ന്യൂസ് ടൈം ആരംഭിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. ബാബറി മസ്ജിദ് തകർത്ത കേസിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ കോടതി വിധി പറയുന്ന ദിവസമാണ്. വിധി അല്പസമയത്തിനകം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട BJP നേതാക്കൾ, അദ്വാനി അടക്കമുള്ള നേതാക്കളാണ് ഈ കേസുകളിൽ പ്രതികളായിട്ടുള്ളത്. പ്രധാന വാർത്തകൾ നോക്കാം. ബാബറി മസ്ജിദ് തകർത്ത കേസിൽ വിധി അല്പസമയത്തിനകം. LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഹാജരാകില്ല. ലക്നൌവിലെ പ്രത്യേക CBI കോടതിക്ക് പുറത്ത് കനത്ത സുരക്ഷ. MC കമറുദ്ദീൻ MLA-യുടെ 150 കോടി തട്ടിപ്പിൽ നിയമസഭാ സമിതിയുടെ അന്വേഷണം. നടപടി തൃക്കരിപ്പൂർ MLA രാജഗോപാലിന്റെ പരാതി. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ ആദ്യ സംവാദത്തിൽ ഇന്ത്യക്കെതിരെ ട്രംപ്. കോവിഡ് കണക്ക് ഇന്ത്യ മറച്ചുവെച്ചുവെന്ന് ട്രംപ്. ട്രംപും ബൈഡനും നേർക്കുനേർ. കാർഷിക ബില്ലിനെതിരെ കർഷകരോഷം ആളിക്കത്തുന്നു. ട്രെയിൻ, റോഡ് ഗതാഗതം തടഞ്ഞുള്ള അനിശ്ചിതകാല സമരങ്ങൾക്ക് പഞ്ചാബിൽ നാളെ തുടക്കം. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 62 ലക്ഷം കവിഞ്ഞു. മരണം 97,000 പിന്നിട്ടു. സംസ്ഥാനത്ത് രോഗം കൂടിയ മേഖലകളിൽ കർശന നിയന്ത്രണങ്ങൾ. കോടതി വിധി എന്താവും? ബാബറി മസ്ജിദ് തകർത്ത കേസിൽ വിധി അല്പസമയത്തിനകം എത്തും എന്നാണ് വരുന്ന വിവരങ്ങൾ. BJP നേതാക്കളായ LK അദ്വാനി, മുരളി മനോഹർ ജോഷി തുടങ്ങിയവർ പ്രതികളായ കേസിലാണ് ലക്നൌവിലെ പ്രത്യേക CBI കോടതി വിധി പറയുന്നത്. കോടതിക്ക് പുറത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഗൂഢാലോചന, ബാബറി മസ്ജിദ് തകർക്കുന്നതിന് പിന്നിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഗൂഢാലോചന അടക്കമടങ്ങുന്ന ക്രിമിനൽ കുറ്റങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. അതിലാണ് കോടതിയുടെ വിധി പ്രസ്താവിക്കുന്നത്. ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച അടിസ്ഥാനപരമായ പതിറ്റാണ്ടുകൾ നീണ്ട തർക്കങ്ങളിൽ സുപ്രീം കോടതിയുടെ വിധി വരികയും അതിനുശേഷം അവിടെ അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഭൂമി പൂജ വരെ നടന്ന സാഹചര്യത്തിലാണ് രാജ്യത്ത് ബാബറി മസ്ജിദ് തകർത്ത സംഭവത്തിൽ, മസ്ജിദ് തകർത്തതിന് പിന്നിലെ കർസേവകരുടെ നടപടിയിലൂടെ തകർത്തത്, അതിലെ ക്രിമിനൽ കുറ്റങ്ങൾ, അതിലാണ് കോടതിയുടെ വിധി ഇന്ന് വരാൻ പോകുന്നത്. എത്രമാത്രം ക്രിമിനൽ കുറ്റമാണ് അതിലൂടെ പ്രതികളായിട്ടുള്ള നേതാക്കൾ ചെയ്തിട്ടുള്ളത്, ഗൂഢാലോചന നടത്തിയിട്ടുള്ളത്, അതുപോലെ തന്നെ കർസേവകരുടെ നടപടി, ഇതെല്ലാം അടങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്, വിധിയാണ് ഇന്ന് രാജ്യം പ്രതീക്ഷിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും സുപ്രീം കോടതി വിധി, അടിസ്ഥാനപരമായ തർക്കത്തിന് വിധി വന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ ഗൗരവം പലരിലും കുറയുന്നുണ്ട്. പക്ഷേ കോടതി ഇക്കാര്യത്തിൽ എന്തൊക്കെ പറയുന്നു എന്നത് വളരെ പ്രധാനമാണ്. പ്രതികൾക്ക് ശിക്ഷ വിധിക്കുമോ അതോ പ്രതികൾ കുറ്റവിമുക്തരാകുമോ എന്നൊക്കെയാണ് ഇന്ന് അറിയാനുള്ളത്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ശരത്ത് ചേരുന്നുണ്ട്. ശരത്ത്, ഈ പറഞ്ഞ സൂചനകളിൽ നിന്ന് എപ്പോഴാണ് കോടതിയിൽ നിന്ന് വിധി പ്രസ്താവം പ്രതീക്ഷിക്കേണ്ടത്? കോടതി നടപടികൾ എപ്പോൾ ആരംഭിക്കും? അതിനിടയിൽ മുതിർന്ന നേതാക്കൾ അവർ കോടതിയിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ? വിനയ് കത്തിയാർ അടക്കമുള്ള ചില പ്രതികൾ കോടതിയിലെത്തി എന്നും പറയുന്നുണ്ടല്ലോ. ശരത്ത്, ഇനി ഏത് നിമിഷവും വിധി പ്രതീക്ഷിക്കാം എന്നാണ് ലക്നൌവിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കാരണം 9 മണിയോടുകൂടി തന്നെ വിധി പറയുന്ന ജസ്റ്റിസ് SP യാദവ് ഈ കോടതിയിൽ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ മുറിയിൽ മറ്റ് അവസാനവട്ട ക്രമീകരണങ്ങളൊക്കെ തന്നെ തയ്യാറാക്കിയ ശേഷം 10 മണിക്ക് കോടതിയിലേക്ക് വരും, കോടതി മുറിക്കകത്തേക്ക് വരും എന്നുള്ളതായിരുന്നു നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അത് പ്രകാരം ഏത് നിമിഷവും ഇനി കോടതിയുടെ ഭാഗത്തു നിന്നും വിധി ഉണ്ടാകാം. നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രമുഖ നേതാക്കൾ ആരും തന്നെ ഈ ഒരു ഘട്ടത്തിൽ കോടതിയിൽ ഹാജരാകുന്നതിന്റെ യാതൊരു സൂചനയുമില്ല. LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും കല്യാൺ സിംഗും ഉമാഭാരതിയും ഒന്നും തന്നെ ഈ ഒരു വിധി കേൾക്കുന്നതിന് വേണ്ടി നേരിട്ട് ഹാജരാകില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും കോവിഡും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ഈ നേരിട്ട് വിധി കേൾക്കുന്നതിൽ നിന്ന് അവർ മാറി നിൽക്കുന്നത്. അതേസമയം തന്നെ ചില ആളുകൾ ഈ ഒരു വിധി കേൾക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നു. അതിൽ ഏറ്റവും പ്രമുഖൻ എന്ന് പറയുന്നത് വിനയ് കത്തിയാറാണ്. വിനയ് കത്തിയാറിന്റെ മസ്ജിദിൽ വെച്ചായിരുന്നു ഈ ഒരു ഗൂഢാലോചന നടന്നത് എന്നാണ്
ഈ ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന നടന്നത് എന്നാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. ആ ഒരു പ്രധാന പ്രതിയായ വിനയ് കത്യാർ ഏതായാലും എത്തിയിട്ടുണ്ട്. 32 പേരും ഹാജരാകണമെന്നായിരുന്നു 16-ാം തീയതി കോടതി പ്രത്യേകം നിർദ്ദേശം നൽകിയത്. എത്ര ആളുകൾ ഈ കോടതിയിൽ ഹാജരാകുമെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം കൈമാറുന്നതിന് വേണ്ടി ഏതായാലും പോലീസിനും സാധിച്ചിട്ടില്ല. പക്ഷേ ഈ ഇത്തരത്തിലുള്ള പ്രതികളെ എല്ലാം കൊണ്ടുവരുന്നതിന് വേണ്ടിയും തിരികെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയും കൃത്യമായ ഒരുക്കങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഏതായാലും കോടതി എന്താണ് വിധിക്കുന്നത് എന്നതിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുക, ശ്രദ്ധ വെക്കുക. അവിടെ നിന്ന് കിട്ടുന്ന, കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വളരെ വേഗം തന്നെ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ട നടപടികളിലേക്ക് നീങ്ങുക. ശരത്താണ് അവിടെ നിന്ന്, ഡൽഹിയിൽ നിന്നും അതുപോലെ ലക്നൗ പ്രത്യേക കോടതിയിൽ നിന്നും ഒക്കെയുള്ള വിവരങ്ങൾ എത്തിക്കേണ്ടത്. ഒപ്പം തന്നെ ഇപ്പോൾ കെ രാജേന്ദ്രൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. അതുപോലെ ശ്രീ എ സമ്പത്തുണ്ട്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ PV തോമസ് ഉണ്ട്. രാജേന്ദ്രൻ, ഇപ്പോൾ ശരത്ത് പറഞ്ഞ് നിർത്തിയതിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ്, എപ്പോഴത്തേക്കാണ് കോടതിയിൽ നിന്ന് വിധി പ്രസ്താവം ഉണ്ടാവുക? അത്തരം വിവരങ്ങൾ എങ്ങനെയാണ് ശരത്ത് പറഞ്ഞതിൽ നിന്ന് നമ്മൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്? പ്രത്യേക CBI കോടതിയിലെ ജഡ്ജിയായ SK യാദവ് രാവിലെ 9:30 തന്നെ അദ്ദേഹം കോടതിയിലെത്തിയിരുന്നു. 9:30 തന്നെ അദ്ദേഹം കോടതിയിലെത്തിയിരുന്നു. അദ്ദേഹം ഇന്ന് ഈ വിധി പ്രസ്താവത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണം, ഏറ്റവും അവസാനത്തെ വിധിയാണ്. അത് കൃത്യമായ നിർദ്ദേശം സുപ്രീം കോടതി നൽകിയിരുന്നു, ഇനി ഒരിക്കലും നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 വർഷ കാലയളവിൽ ഇതിനുമേൽ മാത്രം ദൈനംദിനമായിട്ടുള്ള ഹിയറിംഗ് ആണ് നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും വിധി പുറത്തു വരാം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്നാൽ BJPയുടെ പല നേതാക്കളും ഇതിനകത്ത് പല പ്രതികളും നേരത്തെ തന്നെ അവരുടെ വിധി പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഉമാഭാരതി BJP അധ്യക്ഷൻ നദ്ദയ്ക്ക് ഒരു കത്തയച്ചിരുന്നു. ആ കത്തിനകത്ത് പറഞ്ഞത്, എന്നെ തൂക്കിക്കൊന്നാലും കുഴപ്പമില്ല, എന്നെ തൂക്കിക്കൊന്നാലും യാതൊരു കുഴപ്പമില്ല, ഞാൻ ജാമ്യം പോലും എടുക്കില്ല. ഇന്നത്തെ വിധി എന്തായാലും, ഇന്ന് കോടതി എന്നെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഞാൻ ജാമ്യം പോലും എടുക്കില്ല, എന്നെ തൂക്കിക്കൊന്നാലും യാതൊരു കുഴപ്പമില്ല. പല നേതാക്കളും, ഇപ്പോൾ LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും എല്ലാം തന്നെ പറഞ്ഞിരുന്നത് അവർക്ക് ഈ ഗൂഢാലോചനയിൽ യാതൊരു പങ്കുമില്ല എന്നതായിരുന്നു. LK അദ്വാനി പലതവണ പറഞ്ഞൊരു വസ്തുത എന്തെന്നാൽ ഇത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു, ഇതിങ്ങനെയല്ല തങ്ങൾ വിഭാവന ചെയ്തത്, ഇതിൽ ഗൂഢാലോചനയിൽ പങ്കില്ല എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ, എന്നാൽ നേരെ തിരിച്ച് ഉമാഭാരതി തനിക്ക് പങ്കുണ്ട്, തന്നെ ശിക്ഷിച്ചാലും യാതൊരു കുഴപ്പമില്ല, താൻ ചെയ്തത് ഒരു ദൗത്യമാണ്, BJPയുടെ ഒരു അടിസ്ഥാനപരമായ വിസ്താരവേളയിലും ഇതേ നിലപാട് അവരൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായി ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ടാവുക. അല്ല എന്നാൽ ഉമാഭാരതിയുടെ അഭിഭാഷകൻ വിസ്താരവേളയിൽ ഈ സമീപനമല്ല കൈക്കൊണ്ടത്. അതിനകത്ത് എന്തെന്നാൽ അത് അങ്ങനെ വിസ്താരത്തിൽ വരുന്ന സമയത്ത് നിയമപരമായ കാര്യങ്ങളാണ് അതിനകത്ത് പരിഗണിക്കുക. അവരുടെ ഇതിനകത്തുള്ള ഗൂഢാലോചനയ്ക്കുള്ള പ്രധാനപ്പെട്ട ഒരു തെളിവെന്ന് പറയുന്നത് വിനയ് കത്യാരുടെ വസതിയിൽ ഇവരെല്ലാം യോഗം ചേർന്ന് കാര്യങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് പ്രധാനപ്പെട്ട വാദങ്ങളും തെളിവെടുപ്പും എല്ലാം നടന്നത്. ആ ഘട്ടത്തിൽ ഉമാഭാരതി ഇതുപോലെല്ലാം പറഞ്ഞു. ഉമാഭാരതിയെ സംബന്ധിച്ചിടത്തോളം അറിയാം, ഉമാഭാരതിക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്. മാത്രമല്ല ഇപ്പോൾ BJPയുടെ ഈ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും നിയന്ത്രണത്തിലുള്ള ഇന്നത്തെ BJPയിൽ ഉമാഭാരതിക്ക് യാതൊരു സ്ഥാനവുമില്ല. അവരുടെ ഒരു അവസാനത്തെ സ്ഥാനം BJPയുടെ ദേശീയ ഉപാധ്യക്ഷ സ്ഥാനമായിരുന്നു. അവിടെ നിന്ന് 2 ദിവസം മുമ്പ് അവരെ പൂർണ്ണമായി എടുത്തു മാറ്റി ആ പോസ്റ്റിലാണ് അബ്ദുള്ള കുട്ടിയെല്ലാം തന്നെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഉമാഭാരതിയുടെ രാഷ്ട്രീയം കഴിഞ്ഞു. LK അദ്വാനിക്ക് 92 വയസ്സായി പൂർണ്ണമായും കഴിഞ്ഞു. മുരളി മനോഹർ ജോഷി 82 വയസ്സായി പൂർണ്ണമായും കഴിഞ്ഞു. ഇപ്പോഴുള്ള ഈ പ്രതികളിൽ ഒരാൾ മാത്രമാണ്, വിനയ് കത്യാർ മാത്രമാണ് സജീവമായി ഇപ്പോൾ ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിലുള്ള ഒരേ ഒരാൾ. ശരി, രാജേന്ദ്രനാണ് പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഒക്കെ നൽകിയത്. വളരെ ശ്രദ്ധേയമാണ്. ഏതാണ്ട് 27 കൊല്ലത്തെ പഴക്കമുള്ള ഒരു ക്രിമിനൽ കേസാണ്. അതിലാണ് വളരെ സുപ്രധാനമായ ഒരു വിധി രാജ്യം പ്രതീക്ഷിക്കുന്നത്. 32 പ്രതികൾ എന്ന നിലയിൽ ഏതാണ്ട് 300-ൽ പരം സാക്ഷികളും 600-ൽ ഏറെ രേഖകളും ഒക്കെ പരിശോധിച്ച് ആണ്. മാത്രവുമല്ല ഏതാണ്ട് 2017-ൽ സുപ്രീം കോടതിയുടെ, നേരത്തെ രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയുടെ നിർദ്ദേശം വന്നിരുന്നു, 2 വർഷത്തിനകം ഈ കേസുകൾ അവസാനിപ്പിക്കണം, തീർപ്പാക്കണം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. അതിൻ്റെ അവസാന ദിവസം എന്ന നിലയിൽ ഇന്ന് കാണാം. ഇന്ന് ഈ കേസ് പരിഗണിക്കുന്ന ജഡ്ജി SK യാദവ് വിരമിക്കുന്ന ദിവസമാണ്. ആ നിലകളിലൊക്കെയാണ് ഇതിൻ്റെ പ്രസക്തി നിൽക്കുന്നത്. ശ്രീ PV തോമസും അതുപോലെ തന്നെ ശ്രീ സമ്പത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അടിസ്ഥാനപരമായ ഭൂമി തർക്കം, അയോധ്യ ഭൂമി തർക്കത്തിൽ സുപ്രീം കോടതി പറഞ്ഞ ഒരു പരാമർശമുണ്ട്. ഈ നിലയിൽ ഇത് തകർക്കപ്പെട്ടത് ശരിയല്ലാത്ത ക്രിമിനൽ നടപടിയായി കണ്ടുകൊണ്ട് തന്നെയാണ് അതിലൊരു സൊല്യൂഷൻ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ വരുന്ന ഈ ക്രിമിനൽ കേസുകളിലെ കോടതി വിധി, ഇപ്പോൾ ജഡ്ജി കോടതിയിലെത്തി എന്ന വിവരം കൂടി വരുന്നുണ്ട്. ആമുഖമായി അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ സമ്പത്തിന് നിയമപരമായും രാഷ്ട്രീയമായും കൂട്ടിച്ചേർക്കാനുള്ള പോയിന്റ്സ് എന്താണ്?
ഇതിലിപ്പോൾ ഗൂഢാലോചന, നിയമവിരുദ്ധമായ സംഘം ചേരൽ, അതുപോലെ തന്നെ രണ്ട് വിഭാഗം ജനങ്ങളെ അവരിലേക്ക് സ്പർദ്ധ പരത്തുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെ പലതുമാണ് ഈ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുള്ളതിൽ. അതിൽ ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്നതായി 37 പ്രതികളേ ഉള്ളൂ. 37 പ്രതികളേ ഉള്ളൂ. മറ്റുള്ളവർ 49 പേരിൽ മറ്റ് 12 പേരും അവർ മരണപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 351 സാക്ഷികളെയാണ് വിസ്തരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ 600-ലേറെ രേഖകൾ, അത് ഈ പ്രധാനപ്പെട്ട രേഖകൾ തന്നെ മെറ്റീരിയൽ എവിഡൻസായി കോടതി മുമ്പാകെ വന്നത്. ഇതിൻ്റെ വിധി വരട്ടെ. ഞാൻ ആ വിധി വന്നതിന് ശേഷം നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് അത് നമുക്ക് കടക്കാം. പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു രാഷ്ട്രീയമായ ഒരു ആംഗിളിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വിധിയിൽ ഈ പ്രതികളിൽ കുറേ പേരെങ്കിലും അവർ കുറ്റവിമുക്തരാക്കപ്പെട്ടാൽ അത് BJP ആഘോഷമായി അത് നടത്തും. 2, ഇനി അതല്ല, ഇതിൽ കുറച്ച് പേരെങ്കിലും അവരിലെ കുറ്റവാളികളാണ് എന്ന് വിധിക്കപ്പെടുന്ന അവസ്ഥ വന്നാൽ ഇന്ന് BJPയെ നയിക്കുന്നത് ഈ തലമുറയിൽപ്പെട്ടവരല്ല. അവരെ സംബന്ധിച്ച് ഇതിലെ പ്രതികളായിട്ടുള്ള ആളുകൾ, ഇവിടെ നമ്മൾ ഈ ചിത്രങ്ങളിൽ കാണിക്കുന്ന ശ്രീ ലാൽകൃഷ്ണ അദ്വാനി ആയാലും മുരളി മനോഹർ ജോഷി ആയിരുന്നാലും ഉമാഭാരതി ആയിരുന്നാലും അങ്ങനെയുള്ളവർ, ഇപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന 37 പ്രതികളെന്ന് പറയുന്നതിൽ അവർ നല്ലൊരു പങ്കും BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നുകിൽ അവരെയെല്ലാം പാർശ്വവൽക്കരിച്ചു കഴിഞ്ഞു, അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു, അവരുടെ അധികാരം ഒരു പുതിയ തലമുറ അത് പിടിച്ചെടുത്ത് കഴിഞ്ഞു. ഇത് BJPക്ക് ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി രാമക്ഷേത്ര അത് ആ ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഈ ശിലാന്യാസം, അതുപോലെ തന്നെ അവരുടെ രഥയാത്ര, ഇതെല്ലാം ശ്രീ LK അദ്വാനിയുടെ നേതൃത്വത്തിലെല്ലാം നടത്തിയെങ്കിലും ഈ ഫലം കൊയ്തുകൊണ്ടുപോയത് ഇത് വാസ്തവത്തിൽ ഒരു നല്ല കോർപ്പറേറ്റ് ബന്ധമുള്ള ഒരു പുതിയ തലമുറയിൽപ്പെട്ട ആളുകളാണ്. നമ്മൾ ആ കുശബാബു താക്കറയുടെ ആ കാലത്തോടു കൂടി തന്നെ BJPയുടെ കഴിഞ്ഞ തലമുറ എന്നതും അതിൽ അവർ ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള, നമ്മളിപ്പോൾ പറയുമ്പോൾ കോടതി അവരെ ഈ പലരെയും വെറുതെ വിട്ടാലും അല്ല ശിക്ഷിച്ചാലും തെറ്റുകൾ ഉണ്ടാവുക എന്നുള്ളത് അത് സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ ഇവിടെ തെറ്റായി സംഭവിച്ചതല്ല, വളരെ ബോധപൂർവം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണത്. ശ്രീ സമ്പത്ത്, ഞാൻ താങ്കളിലേക്ക് വരാം. എനിക്ക് അറിയാനുള്ളൊരു കാര്യം, സുപ്രീം കോടതിയുടെ ആ വിധിയിൽ ഈ ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നിരീക്ഷണങ്ങളുണ്ട്. ആ നിരീക്ഷണങ്ങൾ ഈ ക്രിമിനൽ കേസുകൾ, അതൊരു സുപ്രീം കോടതിയുടെ ഇതിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച സിവിൽ വ്യവഹാരങ്ങളിലൊക്കെ പറയുന്ന നിരീക്ഷണങ്ങൾ, സിവിൽ കോർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോടതിയുടെ, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണങ്ങൾ ക്രിമിനൽ കേസുകളിൽ അതിൻ്റെ നിരീക്ഷണങ്ങൾ ബൈൻഡിങ് ആവില്ലേ? അതിനെ ഗൗരവത്തിലെടുക്കേണ്ടതായി, ഗൂഢാലോചന അടക്കമുള്ള ക്രിമിനൽ കുറ്റങ്ങളിൽ ഗൗരവത്തിലെടുക്കേണ്ടി വരുമോ എന്നുള്ള നിയമപരമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഞാൻ അതിലേക്ക് വരാം. താങ്കളിലേക്ക് ശ്രീ PV തോമസ് കൂടി ഒന്ന് ചർച്ചയിലേക്ക് വരട്ടെ. ശ്രീ PV തോമസ്, ഇതിപ്പോൾ തലമുറ മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. BJPയുടെ സംഘടനാ നേതൃത്വത്തിലും അധികാര പദവികളിലും ഒക്കെ ഉമാഭാരതിയൊക്കെ ആ നിലയിൽ ഇന്ന് ഇപ്പോൾ LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഒക്കെ അത്രമേൽ പ്രായാധിക്യത്താൽ സജീവമായി നിൽക്കുന്നവരല്ല. പക്ഷേ മറ്റൊരു തരത്തിൽ തഴയപ്പെട്ടയാളാണ് ഉമാഭാരതി. ആ നിലയിൽ ഞാൻ 2-3 പേരുകൾ ഉദാഹരിച്ചു എന്ന് മാത്രം. ആ നിലയിൽ വന്ന തലമുറ മാറ്റമുണ്ട്. പക്ഷേ ഈ വിധി എന്തു തന്നെയായാലും ആ വിധിയെ രാഷ്ട്രീയമായി ഏത് നിലയിലും ഉപയോഗിക്കാൻ BJPക്ക് അവസരം ഒരുങ്ങുന്നുണ്ടോ? നിലവിലെ BJP നേതൃത്വം ഈ വിധിയുടെ സാധ്യതകളെ വിലയിരുത്തുന്നത് എങ്ങനെയൊക്കെയാവും? നിലവിലെ BJP നേതൃത്വത്തിന് തീർച്ചയായിട്ടും ഈ വിധി എന്തായാലും അവർക്കത് ഗുണം ചെയ്യുക തന്നെ ചെയ്യും. കാരണം ശിക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രക്തസാക്ഷിത്വമാണ് വരുന്നത്, അതും അവർക്ക് ഗുണം ചെയ്യും. വെറുതെ വിട്ടു കഴിഞ്ഞാൽ അവർക്ക് പറയാം ഞങ്ങളെ വെറുതെ ആരോപിച്ചതാണ്, ഞങ്ങൾ കോടതികളെ വെറുതെ വിട്ടു എന്ന് പറയാൻ സാധിക്കും. പക്ഷേ എന്തൊക്കെ തന്നെയാണെന്നില്ല, നമുക്കൊരു കാര്യം അറിയാവുന്നതാണ്. അതായത് രാമക്ഷേത്ര നിർമ്മാണം, ബാബരി മസ്ജിദ് ഭേദനം, ഇതെല്ലാം BJPയുടെ അജണ്ടയായിരുന്നു. BJPയെ രാഷ്ട്രീയമായിട്ട് ഇന്ത്യയുടെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ഈ രാമക്ഷേത്രവും ബാബരി മസ്ജിദും എല്ലാമാണ്. അപ്പോൾ ആ നിലയ്ക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും BJPക്ക് ഇതിനെ മുറുകെ പിടിക്കേണ്ടതായിട്ട് വരും. അതാണ് BJPയുടെ ആധാരശില എന്ന് പറയുന്നത്. അതായത് രാമക്ഷേത്ര നിർമ്മാണം, അതിന് ഈ രഥയാത്ര അത് അഡ്വാനിക്ക് തള്ളിക്കളയാൻ സാധിക്കുമോ? 2 രഥയാത്രകൾ നടത്തി. ആദ്യത്തെ രഥയാത്ര തകർന്നു പോയി. രണ്ടാമത്തെ രഥയാത്രയിലാണ് ഈ ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നത്. അതും BJPക്കും അല്ലെങ്കിൽ അഡ്വാനിക്കും തള്ളിക്കളയാൻ സാധിക്കില്ല. അഡ്വാനി ആയിരുന്നു അതിൻ്റെ നെടുനായകൻ. അങ്ങനെ വന്ന സംഭവത്താണ് ഇത് സംഭവിച്ചു പോയത്, ബാബരി മസ്ജിദ് തകർത്തത്. ആ തകർത്തത് തീർച്ചയായിട്ടും യാദൃച്ഛികമായിട്ടുള്ള ഒരു സംഭവമല്ല എന്ന് ലിബ്രഹാൻ കമ്മീഷൻ പറയുകയുണ്ടായി. അതൊരു ആസൂത്രിതമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു പറയുകയുണ്ടായി. അപ്പോൾ അതും അങ്ങനെ ഒരു വിധി കിടപ്പുണ്ട്. വിധി എന്ന് പറയുമ്പോൾ അന്വേഷണം കിടപ്പുണ്ട്. അതുപോലെ ഒരു സുപ്രീം കോടതിയുടെ കാര്യം താങ്കൾ ആദ്യം സൂചിപ്പിക്കുകയുണ്ടായി. സുപ്രീം കോടതി പറയുകയുണ്ടായി ബാബരി മസ്ജിദ് തകർത്തത് നിയമപരമായിട്ട് ഒരു നിയമത്തിൻ്റെ അതിലംഘനമാണെന്ന് പറയുകയുണ്ടായി. അത് നമ്മൾ കണക്കിലെടുക്കണം.
പക്ഷേ എന്ന് പറഞ്ഞിട്ടും 5 ഏക്കർ സ്ഥലം കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നിട്ടും സംഭവം ടൈറ്റിൽ തിരിച്ചു കൊടുക്കുകയാണുണ്ടായത്. അവിടെ തട്ടി നിന്നില്ല. ബാബരി മസ്ജിദ് വേദനം നിയമലംഘനമാണെന്ന് പറഞ്ഞ കോടതി തന്നെ അത് സമ്മതിക്കുകയുണ്ടായി, ടൈറ്റിൽ വിട്ടുകൊടുക്കുകയുണ്ടായത് ഹിന്ദുക്കൾക്ക്, ഹിന്ദു പക്ഷത്തിന്. അപ്പോൾ ഇങ്ങനെയെല്ലാം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, BJPക്ക് ഒരിക്കലും രാമക്ഷേത്രവും അതുപോലെ തന്നെ ഈ സംഭവം മാറ്റി നിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയമില്ല. ആ രാഷ്ട്രീയത്തിന് ഇന്നത്തെ വിധി എന്ത് തന്നെയാണെങ്കിലും അവരെ സഹായിക്കും എന്നുള്ളതിന് പ്രധാന കാരണം ഞാൻ പറഞ്ഞത് തന്നെയാണ്. ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും രക്ഷസാക്ഷിത്വം വരിക്കും. അല്ല, വെറുതെ വിട്ടു കഴിഞ്ഞാൽ അവർക്ക് പറയുവാൻ സാധിക്കും, ഇതാ കോടതി ഞങ്ങളെ വെറുതെ വിട്ടു കഴിഞ്ഞു, ഞങ്ങൾക്ക് യാതൊരു തെറ്റുമില്ല ഈ കാര്യത്തിൽ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ രണ്ട് രീതിയിലാണെങ്കിലും ശരി BJP സഹായിക്കും. ഈ ഒരു ശ്രീ സമ്പത്ത്, ഈ ഒരു നിസ്സംഗത പൊതുവിൽ ഈ കേസിൻ്റെ വിധി എന്താകും എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഇടയിലുമുണ്ടോ? കാരണം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പോകുമ്പോൾ എന്ത് സംഭവിക്കാൻ എന്ന നിലയിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ ആളുകളിൽ കാണാനുമുണ്ട്. അതൊരു പക്ഷേ എനിക്കൊന്ന് സുപ്രീം കോടതി വിധിക്ക് ശേഷം ഇത് വരുന്നത് കൊണ്ടാകാം. പക്ഷേ എങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലിബ്രാൻ കമ്മീഷൻ്റെ കണ്ടെത്തൽ, സുപ്രീം കോടതിയുടെ അന്തിമ വിധിയിലെ നിരീക്ഷണങ്ങൾ, അത് ഈ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയുടെ വിധിയെയും അതിൻ്റെ നിരീക്ഷണങ്ങളെയും സ്വാധീനിക്കാനിടയുള്ളതല്ലേ? സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ ഒരു വാചകം വളരെ പ്രസക്തമാണ്. കാരണം ഇത് സുപ്രീം കോടതി നമ്മളൊരു ചുരുക്കത്തിൽ പറഞ്ഞാൽ മന്ദിരം തകർത്തത് തെറ്റ്, പക്ഷേ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല, മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല അവിടെ ഈ ഭൂമി പകുത്ത് നൽകിയതും 5 ഏക്കർ ഭൂമി പകരം നൽകിയതും ഒക്കെ ആയിട്ടുള്ളത്. ആ വിധിന്യായത്തിൽ നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് വലിയ ചർച്ച ഇപ്പോൾ നമ്മൾ നടത്തുന്നില്ലെങ്കിലും ഇത് തകർത്തത് തെറ്റ് എന്ന് പറയുകയും എന്നാൽ തെളിവുകളുടേതായ അടിസ്ഥാനത്തിലല്ല സംഭവിച്ചു, ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന നിലയിലാണ് സുപ്രീം കോടതി അതിലേക്കന്ന് സമീപിച്ചത്. പക്ഷേ അത് അങ്ങനെ മാത്രം മതിയായിരുന്നോ എന്നുള്ളത്, അതിപ്പോഴും ഈ നിയമരംഗത്ത് അഭിഭാഷകരും അതുപോലെ തന്നെ മുതിർന്ന റിട്ടയർ ചെയ്ത ജഡ്ജിമാരടക്കമുള്ളവരും നിയമ വിദ്യാർത്ഥികളും എല്ലാം ഇപ്പോഴും ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. വിഷയം നമുക്ക് എവിടെയായാലും അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ വിഷയം പരിഹരിക്കപ്പെടുമ്പോൾ അതിൻ്റേതായ യുക്തി ഉണ്ടാവണം, തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അല്ലാതെ അത് ഏതെങ്കിലും ഈ കേട്ടുകേൾവിയുടെയും അതുപോലെ വിശ്വാസത്തിൻ്റെയും മാത്രം അടിസ്ഥാനത്തിലാകുന്നത് ശരിയല്ല. കാരണം അതൊരു കീഴ്വഴക്കമായി മാറിയാൽ നമ്മുടെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ജുഡീഷ്യറിയുടെ അടിത്തറയായി തോണ്ടിപ്പോകുന്നത്. താങ്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അത് സുപ്രീം കോടതിയുടെ ഈ ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ സുപ്രീം കോടതി അന്ന് പറഞ്ഞ ആ ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഈ നമ്മുടെ വിചാരണ കോടതിക്ക് ബാധകമാണോ എന്നുള്ളത്. വിചാരണ കോടതിക്ക് അതിൻ്റേതായിട്ടുള്ള സ്വന്തമായ അസ്തിത്വമുണ്ട്, അതിൻ്റെ ആ അധികാരം അങ്ങനെ തന്നെ അവർക്ക് ഉപയോഗിക്കാം. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ആ വിധിന്യായത്തിൽ ഈ ട്രയൽ കോടതി, വിചാരണ കോടതി എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ വിധി എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണ്. അതായത് അതിലൊരു കാര്യം, ഇപ്പോൾ തകർത്തത് തെറ്റാണ്, ബാബറി മസ്ജിദ് തകർത്തത് തെറ്റാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ അതൊരു ക്രിമിനൽ കുറ്റമാണ്. ക്രിമിനൽ കോടതിയിലേക്ക് ആ ക്രിമിനൽ കേസുകൾ, ആ കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അത് സംശയാതീതമായി പ്രോസിക്യൂഷൻ തെളിയിച്ചാൽ മാത്രമേ താങ്കൾ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഉണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ പ്രതികൾ കുറ്റക്കാരാണോ അല്ലയോ എന്ന് ആ കോടതിക്ക് കണ്ടെത്താനാകൂ. അത് പ്രോസിക്യൂഷന് കഴിഞ്ഞാൽ അതിനോടൊപ്പം സുപ്രീം കോടതിയുടെ നിരീക്ഷണവും ലിബ്രാൻ കമ്മീഷന്റെ കണ്ടെത്തലും ഈ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് വലിയ തിരിച്ചടിയാവില്ലേ? പ്രോസിക്യൂഷന് സംശയാതീതമായി തെളിയിക്കാൻ കഴിയുന്നതിനൊപ്പം ഈ കോടതിക്ക് സുപ്രീം കോടതിയുടെയും അതുപോലെ തന്നെ ലിബ്രാൻ കമ്മീഷൻ്റെയും വിലയിരുത്തലുകളെ മാനിക്കേണ്ടി കൂടി വരും. അത് ശരിയാണ്, അത് താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ഇപ്പോൾ നേരത്തെ തോമസ് സാറ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനവും ഇന്നലെ വരികയുണ്ടായി, ദേശാഭിമാനിയിൽ അത് ഇന്നലെ അച്ചടിച്ച് വന്നതുമാണ്, അത് ഒത്തിരി ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇതിൽ ഈ വളരെ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്നതായിട്ടുള്ളതും ഇന്ത്യയുടെ തന്നെ മതനിരപേക്ഷതയ്ക്ക് തന്നെ ഭംഗമുണ്ടാക്കുന്ന നിലയിലേക്കുള്ള ഈ ഒരു സംഭവം ഉണ്ടായിട്ട് ഇതിൻ്റെ ഈ പ്രതികളുടെ മേലുള്ള കുറ്റപത്രം നൽകുന്നത്, കുറ്റവിചാരണ നടത്തുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർഷങ്ങളോളം നീണ്ടുപോവുക 1993 മുതൽ തുടങ്ങിയതാണ്. അവിടെ നിന്ന് തുടങ്ങി നമ്മളിന്ന് നിൽക്കുന്നത് 2020 നമ്മൾ നിൽക്കുകയാണ്. ഈ പറയുന്ന പ്രതികളായിട്ടുള്ള ആളുകൾ നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 17 ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇതിൽ തന്നെ ഇവർ കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾ അവർ കുറ്റവിചാരണ നേരിടുന്ന വേളയിലും ഒക്കെ തന്നെ ഇവർ ഭരണഘടനാനുസൃതമായ സ്ഥാനങ്ങൾ വഹിക്കുകയായിരുന്നു.
യൂണിയൻ ഗവൺമെൻറ്റിൽ മന്ത്രിമാരായിരുന്നവരും സംസ്ഥാനത്ത് ഗവർണർമാരായിരുന്നവരും മറ്റു വിധത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെയൊക്കെ തന്നെ അതിൻ്റെ ഭരണസാരഥ്യത്തിൽ നിന്നവരും വിവിധ മന്ത്രിമാരായി അത്തരത്തിൽ അവരുടെ ഭരണഘടനാദത്തമായ അധികാരാവകാശങ്ങൾ അങ്ങനെ വിനിയോഗിക്കുന്ന ആളുകൾ അതേ സമയത്ത് തന്നെ CBI ഉൾപ്പെടെ ഈ വിധത്തിൽ കുറ്റപത്രം നൽകിയ കേസുകളിൽ പ്രതികളാവുകയും കുറ്റവിചാരണ നേരിടുകയും ചെയ്യുകയായിരുന്നു എന്ന വൈരുദ്ധ്യവുമുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. അതാണ് ഇതിൽ ഒരുപാട് പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിലാണ് ഈ കാര്യത്തിൽ കോടതി വിധി പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ശ്രീ മാത്യു കുഴൽനാടൻ കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ സമ്പത്ത്, ഡോക്ടർ മാത്യു കുഴൽനാടൻ, അതുപോലെ തന്നെ ശ്രീ PV തോമസ് എന്നിവരാണ് ഈ സുപ്രധാന ഘട്ടത്തിൽ നമ്മൾക്കൊപ്പമുള്ളത്. ശ്രീ മാത്യു കുഴൽനാടൻ, അല്പസമയത്തിനകം കോടതിയുടെ വിധി പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും. അതിൻ്റെ ഒരു വളരെ വലിയ നിയമപരമായ പോരാട്ടമാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഒന്നുപോലും ആവർത്തിക്കേണ്ടതില്ല. ഇത്തരമൊരു ഘട്ടത്തിൽ വിധി വരും മുമ്പ് മാത്യു കുഴൽനാടൻ കാണുന്ന വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായ കാര്യങ്ങൾ എന്താണ് വിധി വരും മുമ്പ് സംസാരിക്കുമ്പോൾ? ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച് പോലും വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഇന്ന്. ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന എല്ലാ ഡെവലപ്മെൻറ്റ്സും അങ്ങേയറ്റം നിർഭാഗ്യകരമായിരുന്നു. കാരണം മസ്ജിദ് നമുക്കറിയാം പൊളിച്ച സംഭവം, അതിന് പിന്നാലെ കഴിഞ്ഞ നാളുകളിൽ സുപ്രീം കോടതിയിലെ വിധി തന്നെയാണെങ്കിലും ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് വലിയ നിരാശയും അല്ലെങ്കിൽ വലിയ ആശങ്കയും ഒക്കെ ഉണ്ടാക്കിയതാണ്. ഇനി അതിലെ കൾപ്രിറ്റ്സ് ആയിട്ടുള്ളവരെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ, ഇന്ത്യൻ ജനാധിപത്യ സംവിധാനം അവരോട് എങ്ങനെ പ്രതികരിക്കുന്നു അല്ലെ എന്ന് ഉറ്റുനോക്കുന്ന ഒരു സമയമാണ്. സോ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു നിയമവിദ്യാർത്ഥി എന്ന നിലയിൽ ഇത് രാജ്യത്തിൻ്റെ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന ആ ഒരു കോൺസെപ്റ്റിനെ ശക്തിപ്പെടുത്തുന്ന ഒരു വിധിയാകണം എന്ന ആഗ്രഹവും പ്രതീക്ഷയുമാണ് ഈ ഘട്ടത്തിൽ എനിക്കുള്ളത്. അതായത് ശ്രീ മാത്യു കുഴൽനാടൻ, ഇപ്പോൾ മാത്യു കുഴൽനാടൻ, ഈ കേസിൽ ഉന്നത നേതാക്കൾ, അദ്വാനി അടക്കമുള്ള നേതാക്കൾ, ഉമാഭാരതി അടക്കം, വിനയ് കത്തിയാർ അടക്കം, മുരളി മനോഹർ ജോഷി അടക്കമുള്ള പ്രധാന നേതാക്കൾ ഈ ബാബറി മസ്ജിദ് തകർക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഗൂഢാലോചന, അവരുടെ പങ്കാളിത്തം സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ക്രിമിനൽ കുറ്റമാണ് കോടതി പരിശോധിക്കുന്നത്. ഈ കോടതിയിൽ നിന്നും നൂറുകണക്കിന് സാക്ഷികൾ, ഏതാണ്ട് 351 സാക്ഷികളും 600 രേഖകളും എന്ന നിലയ്ക്കാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ആ നിലയിൽ ഇതിൻ്റെ ഈ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വന്ന വിവരങ്ങൾ പരിശോധിച്ചാൽ വളരെ ഗുരുതരമായ കുറ്റം ആരോപിച്ച് നിൽക്കുന്ന BJPയുടെ ദേശീയ നേതാക്കളായിട്ടുള്ള ആളുകളാണിതിൽ വരുന്നത്. അപ്പോൾ ഇവരുടെ മേൽ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ നമ്മുടെ പുറത്തു വരുന്ന വിവരങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ തെളിയിക്കപ്പെടാനുള്ള സാധ്യത താങ്കൾ എത്രമാത്രം കാണുന്നുണ്ട്? സുപ്രീം കോടതിയുടെ വിധിയിൽ ഈ ഭാഗം പരാമർശിക്കുന്നത് നമ്മുടെ മുമ്പിലുണ്ട്, ലിബ്രാൻ കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഈ നിലയിലൊക്കെ നോക്കിയാൽ അതിൻ്റെ ഒരു സാധ്യത താങ്കൾ വിലയിരുത്തുന്നത് എത്രമാത്രമാകും? ഇപ്പോൾ ഈ വിഷയത്തിൽ ലിബ്രാൻ കമ്മീഷനോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ മറ്റ് ഇതുപോലുള്ള അന്വേഷണ ഏജൻസികളുടെ ഈവൻ FIR ചാർജ് ഷീറ്റ് ഒന്നും വേണ്ടല്ലോ. ഈ രാജ്യം കണ്ടു നിന്ന കാഴ്ചയാണ്. ഇനി ഈ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളും കുറ്റവാളികളെയും എത്രമാത്രം നമുക്ക് നമ്മുടെ ഒരു ലീഗൽ സിസ്റ്റത്തിന്, ഞാനൊരു അഭിഭാഷകൻ കൂടി ആയതുകൊണ്ട് അതിൻ്റെ ശക്തിയും ദൗർബല്യവും നല്ലപോലെ അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിലും പറയുകയാണ്, എന്തുമാത്രം നമുക്ക് നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു ജുഡീഷ്യൽ അല്ലെങ്കിൽ ലീഗൽ സിസ്റ്റം അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും, അതിനെ നീതി ഉറപ്പാക്കാൻ കഴിയുന്ന എത്രമാത്രം പ്രിപ്പയർഡാണ് നമ്മുടെ ലീഗൽ സിസ്റ്റം എന്നൊരു ടെസ്റ്റായിട്ട് നമുക്കിതിനെ കാണാം. തീർച്ചയായിട്ടും നമ്മുടെ ഒരു വലിയ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നത് തന്നെയാണ് ഇന്ത്യൻ ജുഡീഷ്യറിയെ മോൾഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു അണ്ടർലൈനിങ് ജുഡീഷ്യൽ തോട്ട് അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മുടെ അതാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അത് ഒരു സിസ്റ്റത്തിൻ്റെ ഒരു അപ്പാരൻറ്റ് വീക്ക്നെസ്സായി മാറുന്നു എന്ന് പല ഘട്ടങ്ങളിലും രാജ്യത്തിന് അല്ലെങ്കിൽ ജനത്തിന്, സമൂഹത്തിന് തോന്നുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. വളരെ ഹീനമായ കുറ്റകൃത്യം ചെയ്തവർ പോലും
നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ ദൗർബല്യം മുതലെടുത്ത് രക്ഷപ്പെടുന്ന ഞാൻ അഭിഭാഷക സമൂഹം എന്ന് പറയുന്നത് പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്നതും അഭിഭാഷകർ തന്നെയാണ്. അപ്പോൾ സോ നാച്ചുറലി ആ ഒരു വണറബിലിറ്റി ഓഫ് ദ സിസ്റ്റം ഈസ് വെരി അപ്പാരൻറ്റ്. കാരണം ഇന്ന് പഴയ പോലെ ആളുകൾ അത്രയും ടോളറേറ്റ് ചെയ്യത്തില്ല, അങ്ങനെ ഒരു സംഭവമുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു ടെസ്റ്റ് കൂടി ഉണ്ടാകും. തീർച്ചയായിട്ടും രാജ്യം കണ്ടു നിന്ന കാഴ്ചയാണ്. ആരൊക്കെ എന്തുപോലെ ഇൻവോൾവ് ആണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും നല്ലപോലെ അറിയാം. ടു വാട്ട് എക്സ്റ്റെൻറ്റ് അത് നമ്മുടെ ലീഗൽ സിസ്റ്റം ക്യാപ്ചർ ചെയ്യും അല്ലെങ്കിൽ എന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഡെഫിനറ്റ്ലി നമ്മളിപ്പോൾ തെറ്റു പറയാൻ പറ്റില്ല. കാരണം സിസ്റ്റം ഈസ് ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദർ ആർ ലോട്ട് ഓഫ് ലൂപ്പ് ഹോൾസ് എന്നുള്ളതിനേക്കാൾ ഉപരി ദൗർബല്യങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ ഒരുപാട് മേഖലകളിൽ നമ്മൾ കൂടുതൽ ശക്തിപ്പെടേണ്ടതുണ്ട്. പ്രോസിക്യൂഷൻ ആണെങ്കിലും അതുപോലെ അത് മാത്യു സൂചിപ്പിച്ചത് വളരെ പ്രധാനമാണ്. 27 വർഷം പഴക്കമുള്ള ഒരു ക്രിമിനൽ കേസാണ്. ഇത്ര പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ പോലും നമ്മുടെ രാജ്യത്തൊരു വിധി വരുന്നത് 27 വർഷങ്ങൾക്ക് ശേഷമാണ്. അത് ഈ അടിസ്ഥാനപരമായ വിധി മാത്രമേ ആകുന്നുള്ളൂ. ഇതിനെതിരെ പ്രതികൾക്ക് മറ്റു കോടതികളിലേക്ക് വീണ്ടും നിയമപരമായി തർക്കിച്ച് തന്നെ മുന്നോട്ട് പോകാവുന്ന സാഹചര്യവും ഒരുങ്ങുന്നു. അപ്പോൾ ഇതിങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നു എന്നിടത്ത് തന്നെയാണ് ആളുകളുടെ വലിയ പ്രതിഷേധമുയരുന്നത്. അത്തരം പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ എൻ്റെ മുമ്പിലേക്ക് ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. ആ നിലയിൽ ഉള്ള ഒരു വലിയ വിയോജിപ്പുണ്ട്. കാരണം ഇത്തരം ക്രിമിനൽ കേസുകളിൽ, ഇത്തരം പ്രധാനപ്പെട്ട കേസുകളിൽ രാജ്യത്ത് തന്നെ ഒരു വലിയ വേർതിരിവ് സൃഷ്ടിച്ച ബാബറി മസ്ജിദ് തകർക്കൽ, അത് 28 വർഷത്തിന് ശേഷം അത് കൂടി വരുന്നൊരു കാലത്തും അതുമായി ബന്ധപ്പെട്ട കേസുകളുടെ അവസ്ഥ എന്നതുകൂടി നമ്മുടെ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ഗൗരവമായൊരു ചർച്ചയ്ക്കുള്ള ഒരു തുടക്കമാണ്. നേരത്തെ ഡോക്ടർ സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ സത്യത്തിൽ ഇത്ര പ്രധാനപ്പെട്ട കേസുകളിലൊക്കെ സംഭവിക്കുന്ന ഈ കാലതാമസം തന്നെയാണ് ഏറ്റവും വലുത്. പ്രതികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനുകൂല്യം അത് ഏത് കേസിലായാലും അതിവിടെ കൂടുതൽ പ്രസക്തമാവുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് ശരത്ത് വീണ്ടും ചേരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട പ്രമുഖ പ്രതികളിൽ നിലവിലെ പ്രതിപട്ടികയിലെ പ്രമുഖരിൽ ഒരാളാണ് സ്വാതി ഋതാംബര. അവർ കോടതിയിലെത്തിയിട്ടുണ്ട്. അതുപോലെ സാക്ഷി മഹാരാജ് ഉണ്ട്. ശരത്ത്, വിശദാംശങ്ങൾ എന്താണ്? കോടതി പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കാണാനാവുന്നുണ്ട്. ആ നിലയിൽ ജഡ്ജി അവിടേക്ക് എത്തിയിട്ടുണ്ട്, കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന വിവരം നേരത്തെ കേട്ടിരുന്നു. SK യാദവ് ജഡ്ജി എത്തി എന്ന വിവരം ഉണ്ടായിരുന്നു. കോടതി നടപടികൾ എപ്പോഴാരംഭിക്കും? വിവരങ്ങൾ വരുന്നുണ്ടോ പുറത്തേക്ക്? ശരത്ത്, ഇതേവരെയായി ഈ വിധി പറയേണ്ടുന്ന കോടതി മുറിയിലേക്ക് ജസ്റ്റിസ് SK യാദവ് എത്തിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ പ്രതികളെ അവർക്ക് പ്രത്യേകം ഇരിപ്പിടമടക്കം ഒരുക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കോവിഡ് ഉള്ള ഒരു പശ്ചാത്തലത്തിൽ അവരുടെ ഇരിപ്പിടങ്ങളൊക്കെ തന്നെ ദൂരമായി ക്രമീകരിക്കണം. ആ നിലയിലുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ കോടതിക്കകത്തേക്ക് ജഡ്ജ് കയറുകയുള്ളൂ എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും പ്രധാനപ്പെട്ട പ്രതികൾ, നേരത്തെ സൂചിപ്പിച്ച LK അദ്വാനി അടക്കമുള്ള പ്രതികൾ ഹാജരാകില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. അതേസമയം തന്നെ മറ്റ് ചില പ്രമുഖ MP-മാർ, BJPയുടെ MP-മാർ ഈ കേസിൽ പ്രതികളാണ്. വിനയ് കട്ടിയാർ, അതുപോലെ തന്നെ സാക്ഷി മഹാരാജ്, ലല്ലു സിംഗ് തുടങ്ങിയ പ്രതികൾ അവരൊക്കെ തന്നെ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ പോലീസ് അകമ്പടിയിലാണ് അവരൊക്കെ തന്നെ ഈ ഒരു കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രത്യേകം ഇവർക്ക് കോടതിയിലേക്ക് എത്തുന്നതിന് വേണ്ടി പ്രത്യേക ക്രമീകരണങ്ങൾ, ഗതാഗത ക്രമീകരണങ്ങൾ അടക്കം ഏർപ്പാടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് നിമിഷവും വിധി ഉണ്ടാകും എന്ന് മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ പറയാനാകൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഉടൻ തന്നെ ജഡ്ജ് കോടതിയിലെത്തും. അദ്ദേഹം വിധി പറയുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഇന്ന് തന്നെ വിരമിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവർക്ക് ശിക്ഷ തീരുമാനിക്കാൻ മറ്റൊരു വാദം ഒന്നും തന്നെ ഉണ്ടാകില്ല. ഇന്ന് തന്നെ അക്കാര്യത്തിലും കോടതിയുടെ ഭാഗത്തു നിന്ന് വിധി ഉണ്ടാവുകയും ചെയ്യും. നേരത്തെ മാത്യുവും അതുപോലെ സമ്പത്ത്, നിങ്ങൾ രണ്ടാളുകളും അഭിഭാഷകർ കൂടിയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് ജഡ്ജിയുടെ അവസാന വിരമിക്കൽ ദിവസമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവരോട് ചോദിക്കാനുള്ള ക്രിമിനൽ നടപടികളിൽ ചില രീതികളുണ്ടല്ലോ. അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ എന്താണ് പറയാനുള്ളത് എന്ന ചില ചോദ്യങ്ങൾ. അതിനുശേഷം എന്താണ് അവർക്കതിനുള്ള വിധി? ഒരുപക്ഷെ ഇവരെ കുറ്റവിമുക്തരാക്കിയാൽ അതിൻ്റെ ഒന്നും ആവശ്യവും വരുന്നില്ല. അത്തരം നടപടികൾ എല്ലാം ഇന്ന് പൂർത്തിയാക്കും എന്നൊരു പൊതുവിചാരമാണ് ഡോക്ടർ സമ്പത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് അത് കാണുന്നത്, അതിൻ്റെ ഒരു നടപടിക്രമം? എന്നോടാണ്. അതെ, ഇന്നിപ്പോൾ ഇതിൽ ഈ വിധി പറയുകയും വിധി പറഞ്ഞ് ഇക്കാര്യത്തിൽ ഇവർക്കുള്ള ശിക്ഷ എന്താണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക, അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. ദ റൈറ്റ് ടു ബി ഹേർഡ് എന്നുള്ളത്. അല്ല, സാധാരണ നിലയിൽ അത് 2 ദിവസമായി മാറാറുണ്ട്. ഇവിടെ പക്ഷേ അങ്ങനെ സംഭവിക്കാനിടയില്ലല്ലോ.
ഇല്ല, ഇതിപ്പോൾ ഈ വിചാരണ നടത്തിയ ഇവരുടേതായിട്ടുള്ള ഈ പ്രോസിക്യൂഷൻ ഭാഗത്തിൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും വാദമെല്ലാം കേട്ടതായിട്ടുള്ള ആ ന്യായാധിപൻ അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്നോ അതല്ല ഇവർ ഇതിൽ കുറേ പേര് കുറ്റം ചെയ്തതായി സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നോ അതല്ല ഇവർ ആരുടെ മേലും ഈ കുറ്റങ്ങൾ നിലനിൽക്കുന്നില്ല എന്നുള്ളത് എന്തോ പറയട്ടെ മൂന്ന് സാധ്യതയാണല്ലോ ഉള്ളത് ഹേർഡ് എന്നുള്ളത്. അല്ല, സാധാരണ നിലയിൽ അത് 2 ദിവസമായി മാറാറുണ്ട്. ഇവിടെ പക്ഷേ അങ്ങനെ സംഭവിക്കാനിടയില്ലല്ലോ. ഇല്ല, ഇതിപ്പോൾ ഈ വിചാരണ നടത്തിയ ഇവരുടേതായിട്ടുള്ള ഈ പ്രോസിക്യൂഷൻ ഭാഗത്തിൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും വാദമെല്ലാം കേട്ടതായിട്ടുള്ള ആ ന്യായാധിപൻ അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്നോ അതല്ല ഇവർ ഇതിൽ കുറേ പേര് കുറ്റം ചെയ്തതായി സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നോ അതല്ല ഇവർ ആരുടെ മേലും ഈ കുറ്റങ്ങൾ നിലനിൽക്കുന്നില്ല എന്നുള്ളത് എന്തോ പറയട്ടെ മൂന്ന് സാധ്യതയാണല്ലോ ഉള്ളത്. ഒന്നുകിൽ ഇവരെല്ലാവരും ഈ പറഞ്ഞിട്ടുള്ള ഈ ചാർജ് ഷീറ്റ് അനുസരിച്ച് ഇത് മുഴുവനും തന്നെ ആ വിധത്തിൽ അത് പ്രൂവ് ചെയ്യപ്പെട്ടു എന്നുള്ളത്. ഇല്ല എങ്കിൽ ഇതിലെ കുറേ പ്രതികൾ ഇക്കാര്യത്തിൽ അവർ ഈ നിയമത്തിൻ്റെ വലയിൽ അകപ്പെടുന്നു എന്നുള്ളതും മറ്റു ചില ആളുകൾ ആ വലയുടെ ദൗർബല്യം കൊണ്ട് നേരത്തെ മാത്യു കുഴൽനാടൻ പറഞ്ഞതുപോലെ നമ്മുടേതായ ഈ സിസ്റ്റത്തിൻ്റെതായ ഒരുപാട് പോരായ്മകളുണ്ട്. ആ പോരായ്മകളെക്കുറിച്ചെല്ലാം അത് നിയമരംഗത്തുള്ളവരും നിയമരംഗത്ത് പുറത്തുള്ളവരും താങ്കളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരും അതല്ല ഇനി പാർലമെൻറ്റേറിയന്മാരും ഈ ചർച്ചകളല്ലാതെ ഇവിടെ ഈ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തിൽ ഒരു സമൂലമായിട്ടുള്ളൊരു പരിഷ്കരണം എന്നത് പൂച്ചക്കാർ മണി കെട്ടുമെന്നുള്ളത് പോലെ തന്നെ അക്കാര്യത്തിൽ നടക്കാതെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുറ്റവാളികൾ അവരിങ്ങനെ പുതിയ അവരുടേതായിട്ടുള്ള ഈ വഴികൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അല്ല, ഞാൻ ചോദിച്ചത് ഇതിൻ്റെ നടപടികളുണ്ടല്ലോ, ആ നടപടികളിൽ ഇപ്പോൾ ഇന്ന് കോടതി ചേരുമ്പോൾ തന്നെ താങ്കൾ പറഞ്ഞല്ലോ ഇതിലേതെങ്കിലും ഒന്ന് ജഡ്ജി പറയുമല്ലോ കുറ്റക്കാരാണ്, അല്ലെങ്കിൽ ഇത്ര പ്രതികൾ കുറ്റക്കാരാണ്, അല്ലെങ്കിൽ എല്ലാ പ്രതികളും കുറ്റവിമുക്തരാണ്, സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന നിലയിലൊരു നിലപാടെടുക്കുക. ഇവരെ ആരെങ്കിലും കുറ്റക്കാരാണെന്ന് വിധിച്ചാൽ അവർക്കുള്ള ശിക്ഷ വിധിക്കുക എന്ന് പറയുന്നൊരു നടപടിക്രമം കൂടിയുണ്ട്. അതടങ്ങുന്നൊരു പൂർണ്ണത ഇന്നത്തെ കോടതി നടപടികളിൽ നിന്ന് പൊതുവെ പ്രതീക്ഷിക്കാമോ? അതുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ഒരു ന്യായാധിപൻ അദ്ദേഹം എന്തായാലും സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഡയറക്ഷനും അതെ സുപ്രീം കോടതിയുടേതായിട്ടുള്ള ആ ഒരു നിർദ്ദേശം കൂടി അവിടെ പാലിക്കേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു ജഡ്ജി ഒരു ന്യായാധിപൻ ആ കസേരയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എങ്കിൽ ഈ കുറ്റത്തിനുള്ള ശിക്ഷ കൂടി അദ്ദേഹം തന്നെയാണ്. ആ ന്യായാധിപൻ ആ സെയിം പേഴ്സൺ തന്നെയാണ് അക്കാര്യത്തെ സംബന്ധിച്ചുള്ളതിലും ഒപ്പുവയ്ക്കേണ്ടത്. അതല്ലാതെ അത് മറ്റൊരാളെ ഏൽപ്പിക്കാനായിട്ട് കഴിയില്ല. ഒരു ഉദാഹരണത്തിന് നമ്മൾ ചില കോടതി നടപടിക്രമങ്ങളിൽ ഒരു ന്യായാധിപൻ്റെ മുമ്പിലാണ് ഈ പറയുന്ന കുറ്റപത്രമെല്ലാം വന്നു, അവിടെ വിചാരണയെല്ലാം നടന്നു, ഇതെല്ലാം പൂർത്തിയായി കഴിഞ്ഞ് വിധിന്യായം എഴുതാനായി മറ്റൊരാളെന്നുള്ള നിലയിലേക്കും അതൊരു സ്വാഭാവികതയാണ്. ഇതിൻ്റെ ആരംഭം മുതൽ തന്നെ ഈ തെളിവുകൾ പ്രോസിക്യൂഷൻ വിറ്റ്നസിനെ എല്ലാം അത് വിസ്തരിക്കുന്നത് പോലെ തന്നെ പ്രതിഭാഗത്തിൻ്റെ സാക്ഷികളെ വിസ്തരിക്കുന്നതും ഈ ഇതിൽ മെറ്റീരിയൽ ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടാവും. വക്കീലന്മാരുടെ ഭാഷയിൽ പറയുമ്പോഴേ ചില ആയുധങ്ങൾ ഉപകരണങ്ങൾ ഇങ്ങനെ പലതും അവിടെ ഇത് പൊളിക്കാനായി പോയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു പല കാര്യങ്ങളും അടക്കം എംഒ എന്നുള്ള നിലയിൽ അതെല്ലാം ഹാജരാക്കപ്പെടാവുന്നതാണ് ഒരു വിചാരണ കോടതിയിൽ വരുമ്പോൾ. ചരിത്രപരമായ ആ ദൃശ്യങ്ങൾ ഇന്ത്യക്ക് മുമ്പിൽ ഉള്ളതുമാണ്. പുതിയ കാലത്ത് നമുക്കതൊന്നും കോടതി നിർദ്ദേശപ്രകാരം നൽകാനാകാത്ത ഒരു പ്രത്യേക സാഹചര്യവും നിർദ്ദേശവും എല്ലാവരുടെയും മുമ്പിലുണ്ട്. അപ്പോൾ ഇതിൽ ഈ നടപടിക്രമങ്ങളെല്ലാം ഞാൻ മാത്യു കുഴൽനാടൻ കൂടി നമ്മൾക്കൊപ്പം ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത് കൊച്ചിയിൽ നിന്ന്. അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീ പി വി തോമസ്, ഇത്തരം ഒരു സാഹചര്യത്തിൽ കോടതി നടപടിക്രമങ്ങൾ CRPC പ്രകാരം ഇന്നെല്ലാം പൂർത്തിയാവാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അതിൻ്റെ കാരണങ്ങൾ ഇതാണ്. ന്യായാധിപൻ ഇന്ന് വിരമിക്കുകയാണ്. സുപ്രീം കോടതി 2 വർഷമാണ് സമയം അനുവദിച്ചിരുന്നത്. അന്തിമമായി അത് വീണ്ടും നീട്ടി നൽകിയിരുന്നു. ആ നീട്ടി നൽകിയതും അദ്ദേഹം ഇന്ന് വിരമിക്കുന്നു എന്നതുകൂടി വരുമ്പോൾ ഈ പ്രതികളിൽ ആരെങ്കിലും കുറ്റക്കാരാണ് എങ്കിൽ അവർക്കുള്ള ശിക്ഷ വിധിക്കാനും ആ കോടതി തയ്യാറാകും. പിന്നീട് അതിൻ്റെ പുറത്തുള്ള മറ്റ് നിയമപരമായ അപ്പീൽ നടപടികളാണ്. അതാണ് പറഞ്ഞ അടിസ്ഥാനപരമായി ഈ കേസ് അങ്ങനെ തന്നെ 27 വർഷത്തിന് ശേഷം വീണ്ടും പതിറ്റാണ്ടുകളടക്കം നീണ്ടേക്കാവുന്ന സാഹചര്യം നമ്മുടെയൊക്കെ മുമ്പിൽ നിൽക്കുകയാണ്. ഇവിടെ ശ്രീ പി വി തോമസ്, ചരിത്രപരമായൊരു വേർതിരിവാണ് ബാബറി മസ്ജിദ് തകർക്കലോടുകൂടി 92-ൽ സംഭവിച്ചത്. ജാതി രാഷ്ട്രീയം ഉത്തരേന്ത്യൻ മണ്ണിൽ നിന്ന് മാറുകയും മതരാഷ്ട്രീയം വളരെ ശക്തമായി വേരൂന്നുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ ശിവസേന പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു പരാമർശമുണ്ട്. ഈ കേസിൻ്റെ പ്രസക്തി തന്നെ പ്രാധാന്യം തന്നെ നഷ്ടപ്പെട്ടു എന്ന് ശിവസേന പറയുന്ന നിലയിലേക്ക് ഈ സംഘ് പരിവാർ രാഷ്ട്രീയം പൊതുവിൽ ഈ വിഷയത്തെ കാണുന്നുണ്ടോ? എന്ത് വിധിച്ചാലും എന്ത് എന്ന നിലയിലേക്ക് അവർ അതിനും അപ്പുറത്തേക്കുള്ള ഒരു തലത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാറിക്കഴിഞ്ഞിട്ടില്ലേ? എന്ത് വിധിച്ചാലും എന്തു തന്നെയായാലും ശരി, ഈ കേസിൻ്റെ അവസാനമല്ല ഇന്നത്തെ വിധി എന്ന് പറയുന്നത്. അതിനുശേഷം മേൽക്കോടതികളിലേക്ക് പോകും. മേൽക്കോടതികളിൽ നിന്നും
പിന്നെയും മേൽക്കോടതികളിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ശിക്ഷിച്ചാൽ തന്നെയും ഇവർക്കെല്ലാം ജാമ്യം എടുക്കാവുന്നതാണ്. ജാമ്യം എടുത്ത് ജീവിതം പഴയ പോലെ തന്നെയായിരിക്കും. പക്ഷേ ഈ ബാബരി മസ്ജിദ് ഭേദനം ഇന്ത്യയുടെ ആത്മാവിൽ ഏൽപ്പിച്ച മുറിവെന്ന് പറയുന്നത് ഒരു കാലത്തും ആർക്കും മറക്കുവാൻ സാധിക്കുന്നതല്ല. അതിൻ്റെയൊക്കെ പ്രസക്തി കഴിഞ്ഞു പോയെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ചരിത്രം അറിയാൻ പാടില്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന അറിയാൻ പാടില്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ വെറുതെ സാധൂകരിക്കുന്നവർ മാത്രമായിരിക്കാം. അതൊന്നുമല്ല. ഈ ഭേദനത്തിലൂടെ നടന്നത് വലിയ ഒരു അപരാധമാണ് നടന്നത് ഇന്ത്യയുടെ ഭരണഘടനയോട്, ഇന്ത്യയുടെ ജനങ്ങളോട്, ഇന്ത്യയിലെ ന്യൂനപക്ഷ ജനങ്ങളോട്. ആ ദിവസം ഞാൻ ഓർക്കുന്നു, 1995 ഡിസംബർ 5-ാം തീയതി ഞാൻ ലക്നൌവിൽ എത്തുമ്പോൾ ഞാൻ ആദ്യം പോയത് രാജ്ഭവനിലേക്കാണ്. എനിക്ക് അന്നത്തെ ഗവർണറായിരുന്ന രഘുനാഥ് റെഡ്ഡി ആയിട്ടൊരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് കാണാൻ പോയി. എനിക്ക് ആദ്യം ചോദിക്കാനുള്ള ചോദ്യം ഇതായിരുന്നു: നാളെ എന്ത് സംഭവിക്കും അയോധ്യയിൽ നിന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് ഡൽഹിയിൽ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഡൽഹിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ലക്നൌവിലേക്കാണ് നോക്കുന്നത്, ലക്നൌവിലേക്കും അയോധ്യയിലേക്കുമാണ് നോക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം, സുപ്രീം കോടതിക്ക് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് കല്യാൺ സിംഗ്, അതായത് ഇതൊന്നും പൊളിക്കാൻ പോകുന്നില്ല എന്നുള്ളത്. അതാണ് ആ ഒരേ ഒരു ഉറപ്പിലാണ് ഗവർണർ ഇരിക്കുന്നത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു ഇരുന്നത്. ഈ ഒരു ഉറപ്പിൽ മാത്രമാണ് ഈ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുകയും ഈ കരസേവർക്ക് ഇത്ര മൊബിലൈസ് ചെയ്യാനുള്ള സാധ്യത ഇല്ലാതാക്കുകയും ചെയ്തിരുന്നത്. എന്ത് സംഭവിച്ചു? അവസാനം കരസേവർ ആ ഡോംസിൽ കയറിയിട്ട് അതിൽ നൃത്തം ചവിട്ടിക്കൊണ്ട് വിഷയം കൊണ്ട് അടിച്ചു പൊട്ടിക്കുകയായിരുന്നു. അതിന് ഞാൻ ദൃക്സാക്ഷിയാണ്. അപ്പോൾ ആർക്കും ചെയ്യാനുണ്ടായിരുന്നില്ല. അന്ന് അവിടെ വെച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം 10,000-കണക്കിന് കരസേവകരാണ് ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും അവിടെ എത്തിയിരിക്കുന്നത്. അവിടെ വെച്ച് ലാത്തി ചാർജ് ഉണ്ടാവുകയോ വെടിവെപ്പ് ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആയിരങ്ങൾ മരിച്ചെന്നിരുന്നേക്കാം. അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ചെയ്യാമായിരുന്ന കാര്യം ഗവൺമെൻറ്, കല്യാൺ സിംഗിൻ്റെ യു പി ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടിട്ട് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ട് കരസേവകരുടെ വരവിനെ തടയുകയായിരുന്നു വേണ്ടിയിരുന്നത്. അത് 10 ദിവസമെങ്കിലും നടത്തണമായിരുന്നു. അതൊന്നും ചെയ്തില്ല. ഇവർ നോക്കിയിരിക്കുകയായിരുന്നു. സുപ്രീം കോടതിക്ക് കല്യാൺ സിംഗ് കൊടുത്ത ഒരു ഉറപ്പിൻ്റെ ബലത്തിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം പാഴായിപ്പോയി. സംഭവിച്ചത് അവർ കരുതിക്കൊണ്ട് വന്ന കാര്യം അവരെന്ത് പ്ലാൻ ചെയ്തിരുന്നോ അതുപോലെ തന്നെ നടക്കുകയുണ്ടായി. അതാണ് ബാബരി മസ്ജിദിൻ്റെ ഭേദനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വിചാരിക്കുന്ന പോലെ ഇതിന് പ്രസക്തിയൊന്നും ഒരു കാരണവശാലും കുറയാൻ പോകുന്നില്ല. ഇന്നത്തെ വിധി പോലും വെറുതെ വിട്ടാൽ പോലും ആ പ്രസക്തി വീണ്ടും കാരണം ജനങ്ങൾക്ക് ഇവിടെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു ജീവിതം സാധ്യമാണോ എന്ന് നമുക്കറിയണം. 1528 നിർഭാഗ്യം ഉണ്ടാക്കിയ ഒരു മസ്ജിദിൻ്റെ പേരിലാണ് സംഭവം നടക്കുന്നത്. ആ മസ്ജിദ് പണിതത് രാമക്ഷേത്രത്തിന് മുകളിലാണെന്നുള്ള വാദമുണ്ട്. ആ വാദത്തിൻ്റെയും ആ വിശ്വാസത്തിൻ്റെയും പേരിലാണ് ഈ 1992 ഡിസംബർ 6-ാം തീയതി ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നത്. അപ്പോൾ ഈ 1528 ഒരു സംഭവം നമുക്കതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടി, 47 സ്വാതന്ത്ര്യം കിട്ടി, പിന്നെ നമുക്ക് നമ്മുടെ ഭരണഘടന വന്നു. ആ ഭരണഘടനയ്ക്ക് യാതൊരു വിലയുമില്ലേ? ഈ വർഷങ്ങൾ 400-500 വർഷം പഴക്കമുള്ള ഒരു സംഭവത്തിൻ്റെ പേരിൽ ഇന്ത്യൻ ഭരണഘടനയെ, ഇന്ത്യയിലെ ജനങ്ങളെ പീസ്ഫുൾ കോഎക്സിസ്റ്റൻസാണ് നമുക്ക് വേണ്ടത്. അതായത് സമാധാനപരമായ സഹജീവിതമാണ് വേണ്ടത്. അത് പറ്റാത്ത രീതിയിൽ ഒരു സംഭവം നടന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിറകിൽ ആൾക്കാരുണ്ട്, ആലോചനയുണ്ട്. 1989 പാലംപൂർ കൗണ്ടറിൽ വെച്ച് BJP പറയുകയുണ്ടായി, രാമമന്ദിരം അവരുടെ മാനിഫെസ്റ്റോയിലുണ്ട്, അജണ്ടയാണെന്നുള്ള കാര്യം പറയുകയുണ്ടായി. അത് വെച്ചാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ചരിത്രപരമായിട്ടുള്ള എവിഡൻസ് നോക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തമായൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് ഉമാഭാരതി പറഞ്ഞ പോലെ എമർജൻസിക്കെതിരായിട്ട് ജനങ്ങൾ ഒന്നടങ്കം നീങ്ങിയില്ലേ, അതുപോലെ ഒരു മുന്നേറ്റമായിരുന്നു ബാബരി മസ്ജിദ് തകർത്തതെന്നെല്ലാം പറയുന്നുണ്ട്. അതൊന്നും വിശ്വസിക്കാൻ സാധിക്കില്ല. കാൽക്കുലേറ്റഡ് മൂവ് ഉണ്ടായിരുന്നു അവിടെ. അതിൻ്റെ ആരാണ് നേതൃത്വം നൽകുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ അഡ്വാനിക്ക് പങ്കുണ്ട്. അന്നത്തെ BJP പ്രസിഡൻ്റായിരുന്നു മുരളി മനോഹർ ജോഷിക്കുണ്ട്. അതുപോലെ ഒട്ടേറെ പേർക്കുണ്ട്. അവരെല്ലാം പേരുണ്ട്. അതുപോലെ തന്നെ BJP അശോക് സിംഗാൾ BHPയുടെ അന്നത്തെ നേതാവായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ശിവസേനയുടെ ബാൽ താക്കറെ മരിച്ചുപോയി. അങ്ങനെ ഒത്തിരി പേര് പോവുകയുണ്ടായി. പക്ഷേ ഈ സംഭവവും അതിൻ്റെ പിറകിലുള്ള ഗൂഢാലോചനയും തീർച്ചയായിട്ടും നിലനിൽക്കുന്നുള്ളതാണ് സത്യം. അത് ഇന്നത്തെ വിധിയിൽ അതെങ്ങനെ പ്രതിഫലിക്കുമെന്ന് നമുക്ക് അറിയാൻ പാടില്ല. നമുക്ക് ഏതാനും നിമിഷങ്ങളിൽ അറിയാൻ സാധിക്കും. അതിപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ അതിൽ വന്നൊരു പുതിയ വിവരം, LK അദ്വാനി വീഡിയോ കോൺഫറൻസ് വഴി ഹാജരായേക്കും എന്ന വിവരമാണ്. തീർച്ചയായും കേസിലെ പ്രതി എന്ന നിലയിൽ കോടതിയുടെ നിർദ്ദേശത്തെ വിധി പറയുന്ന ദിവസം ആ കോടതി നടപടികളോട് സഹകരിക്കുക എന്നത് പ്രതിഭാഗത്ത് നിൽക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ്. ആ നിലയിൽ അതുണ്ടാകും എന്ന വിവരം വന്നുകൊണ്ടിരിക്കുന്നു. അതൊരു വലിയ വിവരം എന്നല്ല. അദ്ദേഹം ഏറ്റവും മുതിർന്ന നേതാവാണ്, പക്ഷേ ഈ കേസിലെ പ്രതിയുമാണ്. അതുകൊണ്ട് തന്നെ പ്രതി എന്ന നിലയിൽ ഈ നിലവിലെ സാഹചര്യത്തിൽ പ്രായാധിക്യമുണ്ട്, ഈ കോവിഡ് പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ നേരിട്ട് ഹാജരാകാൻ പറ്റാത്ത പരിമിതികളുണ്ട്. ഉമാഭാരതി ഇതുപോലെ കോവിഡ് ചികിത്സയിൽ ആശുപത്രിയിലാണ്. പക്ഷേ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ കോടതിയോട് സഹകരിക്കേണ്ട ഉത്തരവാദിത്വം പ്രതികളെന്ന നിലയിൽ ഈ മുതിർന്ന നേതാക്കൾക്കുണ്ട് താനും.
അതാണ് ആ വന്ന വിവരം സൂചിപ്പിച്ചുവെന്ന് മാത്രം. ശ്രീ മാത്യു കുഴൽനാടൻ, ഇപ്പോൾ അയോധ്യ വിധിക്ക് ശേഷം അവിടെ ഭൂമി പൂജ പ്രധാനമന്ത്രി നേരിട്ട് നടത്തിയപ്പോൾ അതിനോട് മറ്റൊരു തരത്തിൽ സഹകരിക്കാനും അതിനുവേണ്ട പരസ്യമായ നടപടികളിലേക്ക് തന്നെ സഹകരിച്ചു കൂടെ നിൽക്കാനുമാണ് കോൺഗ്രസ് ശ്രമിച്ചത്. കമൽനാഥിൻ്റെയൊക്കെ ആഹ്വാനങ്ങൾ നമ്മൾ കണ്ടതാണ്. ദേശീയ തലത്തിൽ തന്നെ ആ നിലയിൽ മുന്നോട്ട് പോയ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, രാഷ്ട്രീയ നിലപാട് നമ്മൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടതുമാണ്. ഈ ക്രിമിനൽ കേസുകളിൽ വളരെ ഗുരുതരമായ കുറ്റങ്ങളാണ് ആരോപിച്ചിട്ടുള്ളത്. ഇന്നത്തെ സാഹചര്യത്തിലാണെങ്കിൽ നേരിട്ട് NIA-ക്കും മറ്റും കേസന്വേഷണം ഏൽപ്പിക്കും വിധമുള്ള ചാർജുകളാണ് ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൽ 6 പേർ LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി, സ്വാതി ഋത്തംബര, വിനയ് കത്യാർ, മഹന്ത് നൃത്യ ഗോപാൽ ദാസ്, ഇവർക്കൊക്കെ എതിരെ ഗൂഢാലോചന, മതാടിസ്ഥാനത്തിൽ ഭിന്നതയുണ്ടാക്കുക, കലാപത്തിന് പ്രേരിപ്പിക്കുക, ദേശവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയ കുറ്റങ്ങളാണ് ആരോപിച്ചിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസ് ഈ വിധി എന്തു തന്നെയായാലും ഇതിനെ രാഷ്ട്രീയമായി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നുണ്ടോ, അതോ അയോധ്യ എന്നത് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണോ? കഴിഞ്ഞ കാലങ്ങളിലെ ചില നടപടികൾ കാണുമ്പോൾ, രാഷ്ട്രീയ നിലപാടുകൾ കാണുമ്പോൾ ഏതാണ്ട് കോൺഗ്രസ് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രശ്നമാണിത്. പക്ഷേ ആ നിലയിൽ തന്നെ ഇതിനെ തുടർന്നും സമീപിക്കാനാണോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? നേരത്തെ ശിവസേനയൊക്കെ പറഞ്ഞ പോലെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന നിലയിലേക്ക് പോകുമോ, അതോ ഈ വിധിയുടെ രാഷ്ട്രീയത്തെ ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കാൻ തയ്യാറാകുമോ? ശരത്, അങ്ങ് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. ഞാൻ ആ സൗഹൃദത്തിലെ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഞാൻ അങ്ങയോട് റിക്വസ്റ്റ് ചെയ്യുന്നത്, ഇന്നത്തെ ദിവസം നമ്മൾ കുറഞ്ഞപക്ഷം രാഷ്ട്രീയം മാറ്റി വെക്കണം ഈ ചർച്ചയിൽ എന്നാണ് എൻ്റെ ഒരു എളിയ അപേക്ഷ. കാരണം ബഹുമാനായ ശ്രീ സമ്പത്തടക്കം നമ്മൾ ആദ്യം ചർച്ച ചെയ്ത വളരെ കാർഡിനലായിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ ഇവിടെ സൂചിപ്പിച്ചു, 27 വർഷം കഴിഞ്ഞ് ഈ കേസിൽ വിധി വരുമ്പോൾ ഈ കാലതാമസം തന്നെ ഇതിൻ്റെ അകത്തെ ഒരു നീതി നിഷേധമല്ലേന്ന്. ഞാൻ LLBക്ക് പഠിക്കുമ്പോൾ ഒരു പക്ഷേ ഉറപ്പായിട്ടും സമ്പത്തിന് നല്ലപോലെ അറിയാവുന്ന ഒരു ലീഗൽ മാക്സിം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിഭാഷ എന്ന് പറയുന്നത് ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയും. അതായത് വൈകി തരുന്ന നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്ന്. ഇതിനോടൊപ്പം ചേർന്ന് ഞാൻ പറയാനാകും, നിങ്ങളുടെ എല്ലാവരും ശ്രദ്ധയിൽ വന്നു കാണും, ഇതിൻ്റെ അകത്ത് മുസ്ലിം സമുദായത്തിനു വേണ്ടി ഈ വാദിഭാഗത്ത് നിന്ന് ഏറ്റവും ശക്തമായ കേസ് നടത്താനുണ്ടായിരുന്ന ഇക്ബാൽ അൻസാരി എന്ന് പറയുന്ന അദ്ദേഹം ഈ കേസിലെ വാദിഭാഗത്ത് ഏറ്റവും കൂടുതൽ ശക്തമായി മുസ്ലിം സമുദായത്തിനു വേണ്ടി കേസ് നടത്തിയിരുന്നതാണ്. സുപ്രീം കോടതി വിധിക്ക് ശേഷം അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ബാബറി മസ്ജിദ് കേസിലെ പ്രതികളെ മുഴുവൻ വെറുതെ വിടണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ അദ്ദേഹം കോടതിയോട് ആവശ്യപ്പെടുന്നത് വെറുതെ വിടണം എന്ന് പറഞ്ഞു. അതായത് 27 വർഷം അതിനുവേണ്ടി പോരാടിയ ഒരാളുടേതാണ് അത്. വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്തായിരിക്കും അദ്ദേഹത്തെ അതിൽ പറയാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുന്ന ഘടകം? See, by the lapse of time, everybody has, this became irrelevant. അത് തന്നെയല്ലേ BJPയുടെ പരാമർശം, അല്ലെങ്കിൽ RSSൻ്റെ 1-2 നേതാക്കന്മാരുടെ പരാമർശം വന്നത്. അത് ഇറലവൻ്റായി എന്ന് പറയുന്നു മനുഷ്യ. അതായത് ഇനി നമ്മൾ ഒരിക്കലും ആ വ്രണത്തിൽ മുളക് തേക്കുന്ന പോലെ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരൻ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ നമ്മൾ ചർച്ചകൾ നടത്തുമ്പോഴൊന്നും അതിനുവേണ്ടി നമ്മൾ ഒരിക്കലും ഒന്നും പരിശ്രമിക്കരുത്. പക്ഷേ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് എത്ര സത്യമാണ് എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. ഒരുപക്ഷെ എത്ര തീവ്രമായ വേദന ഉളവാക്കിയ, എത്ര തീവ്രമായ വികാരം ഉളവാക്കിയ ഒരു സംഭവമായിരുന്നു ബാബറി മസ്ജിദിൻ്റെ തകർക്കൽ. അതിൽ പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ കേസ് നടക്കുമ്പോൾ അതിലേറ്റവും മുന്നിൽ നിന്ന് കേസ് നടത്താൻ വാദിഭാഗത്തുണ്ടായിരുന്ന ആൾ 27 വർഷം കഴിഞ്ഞപ്പോൾ ഇനി അവരെ വെറുതെ വിടുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ ദ ജസ്റ്റിസ് ഡിലൈഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറഞ്ഞ ആ ഒരു ആപ്തവാക്യം എത്ര 100% സത്യമാണ് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ വിധിയിൽ എന്ത് തന്നെ ഉണ്ടായാലും നീതി പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിലായി എന്ന് പറയാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ചിന്തിക്കുകയാണ്, LK അദ്വാനിയെ കുറ്റക്കാരനായി കണ്ടെത്തി കോടതി ശിക്ഷിച്ചു എന്നിരിക്കട്ടെ, അതൊരു നീതി നടപ്പാവലാണ് എന്ന് തോന്നുന്നുണ്ടോ? അത് 27 വർഷം വേണ്ട, ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് 2 വർഷം കൊണ്ട് അത് നടന്നിരുന്നുവെങ്കിൽ LK അദ്വാനിയെ സംബന്ധിച്ച്
അദ്ദേഹത്തിന് ഞാനിപ്പോൾ ഇതൊരു വേറൊരു കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ വേറൊരു അക്യൂസേഷനോ അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള ഒരു ഇതിനോ വേണ്ടി പറയുന്നതല്ല. അഗെയിൻ ഫോർ ആൻ അക്കാഡമിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വണറബിലിറ്റി ഓഫ് അവർ ലീഗൽ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റത്തെ ഒന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന നിലയ്ക്ക് മാത്രം എടുക്കുന്നത്. ആ ഒരു ആക്ടിൻ്റെ ഒരു കൾപ്രിക്റ്റാണ്, അല്ലെങ്കിൽ അത് തെറ്റാണെങ്കിൽ പോലും അതിൻ്റെ മുഴുവൻ ഫ്രൂട്ട്സും അദ്ദേഹം എടുത്തു കഴിഞ്ഞു. അതിൻ്റെ റിട്ടേൺസ്, അല്ലെങ്കിൽ അതുകൊണ്ട് ലക്ഷ്യം മുഴുവൻ നേടിക്കഴിഞ്ഞു എന്ന് പറയാം. അതിനുശേഷം ഹീ ഈസ് അറ്റ് ദ ഫാഗ് എൻഡ് ഓഫ് ഹിസ്, ഞാൻ അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, വാർദ്ധക്യ സഹജമായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. അദ്വാനിയെ ശിക്ഷിച്ചിട്ട് ആർക്കെന്ത് കിട്ടാനാണ്? വാട്ട് വിൽ അൾട്ടിമേറ്റ്ലി what is the ultimate outcome of the same? Nothing. It's empty, hollow, it's vacuum, zero എന്ന് പറയേണ്ടി വരും. അതാണ് ഞാൻ നേരത്തെ പറയാൻ ആഗ്രഹിച്ചത്. വി ഓൾ ഷുഡ് തിങ്ക് അബൌട്ട് ദിസ്. കാരണം നമ്മളെല്ലാവരും ഒരു രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. വളരെ വ്യത്യസ്തമല്ല ഒരു പൊതുബോധത്തിൻ്റെ ഒരു പ്രതിഫലനം താങ്കളുടെ വാചകങ്ങളുണ്ട്. പക്ഷേ അതിനോട് ഡോക്ടർ സമ്പത്തും അതുപോലെ ശ്രീ പി വി തോമസും യോജിക്കുന്നുണ്ടോ? നേരത്തെ ശിവസേനയുടെ ഒരു വാദം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ വളരെ ക്ഷുഭിതനായി ഇന്ത്യയിൽ സൃഷ്ടിച്ച ആഘാതത്തെക്കുറിച്ചും അത് ഒരു കാലത്തും അപ്രസക്തമായി പോകുന്ന വിധത്തിലല്ല ബാബറി മസ്ജിദ് തകർക്കൽ രാജ്യത്ത് സൃഷ്ടിച്ചിട്ടുള്ള ആഘാതവും അപകടവും എന്ന് ആ ദിവസത്തെ അവിടെ എത്തി നേരിട്ട് കണ്ട് അനുഭവിച്ച പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നേരത്തെ ശ്രീ പി വി തോമസ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഞാൻ താങ്കളിലേക്ക് ശ്രീ പി വി തോമസിലേക്കും വരാം. ശ്രീ സമ്പത്ത്, ഡോക്ടർ മാത്യു കുഴൽനാടൻ്റെ ഈ വാദഗതിയോട് യോജിക്കുന്നുണ്ടോ? അദ്വാനിയെ ശിക്ഷിച്ചിട്ട് ഇനി എന്ത് നേടാനാണ്? എൻ്റെ സുഹൃത്ത് അഭിഭാഷകൻ കൂടിയായ ശ്രീ മാത്യു കുഴൽനാടൻ അദ്ദേഹം പറഞ്ഞത് വാസ്തവത്തിൽ ഈ അത്തരത്തിൽ ചില വാദഗതികൾ, ആ വാദഗതികൾ പൊതുസമൂഹത്തിലേക്ക് ചില BJP കേന്ദ്രങ്ങളിൽ നിന്ന് അങ്ങനെ ആ ഒരു ചർച്ച കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനും അദ്ദേഹവും അഭിഭാഷകരെന്നുള്ള നിലയിലായാലും അപ്പോൾ നമ്മൾ ഈ കാര്യത്തെ കാണുമ്പോൾ ഒരു സാധാരണ ഒരാൾ ചോദിക്കാവുന്ന ഒരു മറുചോദ്യമുണ്ട്. ഒരു ക്രിമിനൽ കുറ്റം, ഏറ്റവും ക്രൂരമായ ഒരു ക്രിമിനൽ കുറ്റം, ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തതിന് ശേഷം ആ കൊലപാതകവും നടത്തി തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നികൃഷ്ട ശ്രമങ്ങളും നടത്തി. ആ സ്ത്രീ കൊല്ലപ്പെട്ടു. അവരുടെ രക്ഷകർത്താക്കൾ ഞങ്ങൾക്ക് ഈ കേസ് തുടർന്ന് നടത്തുന്നതിന് ആഗ്രഹമില്ല, ഞങ്ങളതിൽ ആ ദുഃഖം അയാൾ എന്തായാലും പശ്ചാത്തപിക്കുന്നു, അതുകൊണ്ട് ആ പ്രതിയെ വെറുതെ വിടണം എന്ന് ഒരു കോടതി മുമ്പാകെ അങ്ങനെ അഭ്യർത്ഥിച്ചാൽ അത് കണക്കിലെടുത്തുകൊണ്ട് ഒരു കോടതിക്കും ഒരു നിയമവാഴ്ചയ്ക്കും ആ കുറ്റവാളിയെ അങ്ങനെ കുറ്റവിചാരണയിൽ നിന്ന് ഒഴിവാക്കാനോ കുറ്റം തെളിയിക്കപ്പെട്ടാൽ ശിക്ഷിക്കാതിരിക്കാനോ കഴിയില്ല. ഇപ്പം നമ്മളിപ്പോൾ ഇന്നിപ്പോൾ വിധി വരാനായി കാത്തിരിക്കുന്ന കേസിൽ ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, നമ്മളിപ്പോൾ അഭിഭാഷകരോ നമ്മൾ മാത്രമായിട്ട് പോരല്ലോ, ഇതിങ്ങനെ നമ്മൾ ഒരുപാട് സാധാരണക്കാരും കൂടി നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിൽ ഒന്ന്, ഈ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ IPC 120B, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 120B ആണ് ഒരു വകുപ്പ്. ഈ 120B വകുപ്പ് എന്നുള്ളത് ക്രിമിനൽ ഗൂഢാലോചനയാണ്, ക്രിമിനൽ കോൺസ്പിറസിയാണ് 120B എന്നത്. IPCയിലെ 147 വകുപ്പ് എന്നുള്ളത് റയട്ടിംഗ് ആണ്. റയട്ടിംഗ് എന്നുള്ളത് ഒരു ചെറിയ യാദൃശ്യമായി ഉണ്ടാകുന്ന ഏതെങ്കിലും ഇങ്ങോട്ടേക്ക് ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അത് തടുക്കുന്നതിന് വേണ്ടി റൈറ്റ് ഓഫ് സെൽഫ് ഡിഫെൻസ് നടത്തുന്നത് പോലെയൊന്നും അല്ല, ഒരു ഗൂഢാലോചനയെ തുടർന്ന് തന്നെ ഉണ്ടാകുന്നതാണ് റയട്ടിംഗ്. ആ റയട്ടിങ്ങിൽ ഒത്തിരി അത്തരത്തിലുള്ള മാരക ആയുധങ്ങൾ ഉൾപ്പെടെ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടാകാം, അത് കോടതി മുമ്പാകെ വന്നിട്ടുണ്ടാകുമല്ലോ. മറ്റൊന്ന്, ഇതിൽ ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള കുറ്റം എന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 153A ആണ്, 153A എന്നുള്ളതാണ്. അത് പ്രൊമോട്ടിംഗ് എനിമിറ്റിയാണ്. പ്രൊമോട്ടിംഗ് എനിമിറ്റി എന്നുള്ളത് ഇരുവിഭാഗം ജനങ്ങൾക്കിടയിലേക്ക് ശത്രുത വളർത്തുന്നതിന് വേണ്ടിയുള്ള ആ ശ്രമത്തെയാണ് റെഡ് വിത്ത് IPC 149 അതുപോലെ തന്നെ 120B അൺലോഫുൾ അസംബ്ലിയും ക്രിമിനൽ കോൺസ്പിറസിയും കൂടി ചേർന്നിട്ടാണ്. ഏതെങ്കിലും ഒരു കുറ്റത്തെ മാത്രമായി നിങ്ങൾ വ്യവച്ഛേദിച്ചല്ല എടുക്കേണ്ടത്, ഇത് പരസ്പര പൂരകമാണ്. പോലീസുകാർ സാധാരണ ഡോക്ടർ സമ്പത്ത് നേരത്തെ പറഞ്ഞത് ഈ കാലത്താണെങ്കിൽ നേരിട്ട് NIA അന്വേഷിക്കുന്ന നിലയിലുള്ള പ്രശ്നങ്ങളാണ് ഇതിൽ പലതും. കാരണം ഇതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവരാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ പറയുന്ന ക്രിമിനൽ ഗൂഢാലോചന അത് മുട്ടമുട്ടി വിരിയുന്നത്. ഇതിൻ്റെ
ഉത്ഭവം, ഇതിൻ്റെ വളർച്ച, ഇതിൻ്റെ നടത്തിപ്പ് എന്ന് വെച്ചാൽ ഇതിൻ്റെ കോൺസ്പിറസി മുതൽ ഇതിൻ്റേതായിട്ടുള്ള ഇതിൻ്റെ പ്ലാനിങ്, ഇതിൻ്റെ എക്സിക്യൂഷൻ, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇതിനെപ്പറ്റി ഉണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ തന്നെ IPCയിലെ സെക്ഷൻ 5051 505(1) എന്ന് പറയുന്നത്, അത് പബ്ലിക് മിസ്ചീഫ് റെഡ് വിത്ത്, അത് 149 120 അൺലോഫുൾ അസംബ്ലിയും അതുപോലെ തന്നെ കൺസീലിംഗ് ഈ ഡിസൈൻ, ഈ ഗൂഢാലോചനയുടെ ഭാഗമായി ഇത് വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടൊരു ഡിസൈനോട് കൂടിയാണ് നടത്തുന്നത്. ഇത്ര മണിക്ക് ഇങ്ങനെ ഇത്ര ആളുകൾ എത്തി അത്തരം കാര്യങ്ങൾ അവിടെ ചെയ്യുക എന്നുള്ളത്. ഇനി ഞാൻ വേറൊന്നും കൂടി പറയാം. നമ്മളിതിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും, ജനങ്ങളിപ്പോൾ ഈ കാര്യത്തിൽ എല്ലാവരും ചിലപ്പോൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടാവില്ല. MKK നായർ, അദ്ദേഹം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മേലുണ്ടായിരുന്ന CBI എൻക്വയറി ഒരു വ്യാഴവട്ടക്കാലം വലിച്ചു നീട്ടിക്കൊണ്ടുപോയി ആ മനുഷ്യൻ അങ്ങനെ അവസാനം നിരപരാധിയാണെന്ന് 2 കേസുകളാണ്. അതിൽ ആ വിധിന്യായത്തിൽ തന്നെ ഒടുവിൽ ആ CBI കോടതിയിലെ ജഡ്ജിമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഒരു മനുഷ്യനെ ഈ വിധത്തിൽ പീഡിപ്പിച്ചതിനെ സംബന്ധിച്ച് ക്യാബിനറ്റ് സെക്രട്ടറി ആവുമായിരുന്ന ഒരു മനുഷ്യനാണ് എന്ന് തന്നെ പറയാം, തിരുവനന്തപുരത്തുകാരനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആത്മകഥ കൂടിയായിട്ടുള്ള ഈ ആരോടും പരിഭവമില്ലാതെ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രമാണത്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഈ ലക്ഷക്കണക്കിന് അഭയാർത്ഥികളായിട്ടുള്ള ഈ ആളുകൾ ഡൽഹിയിലെത്തി. ആ ഡൽഹിയിൽ വന്നിട്ടുള്ളതിനകത്ത് അത്തരം കാര്യങ്ങളിൽ ഒരു ഭാഗത്ത് ഒരുപാട് മുസ്ലിങ്ങളുണ്ട് അത്തരം വന്നത്. അപ്പം ഡൽഹിയിലെ ഈ അക്രമങ്ങൾ പലയിടത്തും രാവിലെ പകൽമാന്യന്മാരാണ്. രാവിലെ വരുന്നു, കടയിൽ കമ്പോളത്തിൽ പണിയെടുക്കുന്നു, അതെല്ലാം ചെയ്യുന്നു, സന്ധ്യ കഴിയുമ്പോഴത്തേക്ക് ആൾ മുങ്ങുന്നു. ഇവർ പലയിടത്തും പോയി അക്രമങ്ങളും കൊള്ളയും നടത്തുകയാണ്. ഇവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അവിടുത്തെ സാധാരണ പോലീസിന് കഴിയാതാകുന്നു. ഇന്ത്യൻ കരസേനയുടെ പല വിഭാഗങ്ങൾ പട്ടാളത്തെ ഇറക്കിയിട്ട് ഉത്തരേന്ത്യയിൽ നിന്ന് പട്ടാളം ഈ പറയുന്ന അക്രമികളെ പിടികൂടുന്നതിന് പകരം അവർക്ക് സഹായികളായി മാറുകയാണ്. ഒടുവിൽ എങ്ങനെയാണത് ചെറുത്താന്നറിയോ? ഇന്ന് നമ്മൾ പറയുന്ന മദ്രാസ് റെജിമെൻ്റ് ഉണ്ടല്ലോ, ഈ കേരളത്തിൽ നമ്മുടെ ഇവിടെയുള്ള ഈ പഴയ അന്ന് ഉണ്ടായിരുന്ന രാജവാഴ്ചയുടെ കീഴിലുണ്ടായിരുന്ന പട്ടാളവും അതിനുശേഷം വന്നതും ഒക്കെ ഇന്ത്യ അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ ഇത് മദ്രാസ് റെജിമെൻ്റായി. ഈ മദ്രാസ് റെജിമെൻ്റ് തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള മദ്രാസ് റെജിമെൻറ്റിലെ സൈന്യത്തെ അവിടെ പണ്ഡിറ്റ് നെഹ്റു ഇറക്കിയതിന് ശേഷമാണ് ഈ അക്രമ സംഭവങ്ങളെ തടയാൻ കഴിഞ്ഞതും അടിച്ചമർത്താൻ കഴിഞ്ഞതും കുറ്റവാളികളെ പിടിക്കാൻ കഴിഞ്ഞതും. ഇതാണ് സംഭവിച്ചത്. ഇവിടെ ഈ നടന്നിട്ടുള്ളത് ഈ ബാബറി മസ്ജിദ് അല്ല, താങ്കൾ സൂചിപ്പിച്ചു വരുന്നത് ഇത്ര ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആണ്, അതിപ്പോൾ പ്രതികളുടെ പ്രായാധിക്യത്താൽ നമ്മൾക്ക് അതുകൊണ്ട് എന്ത് തരത്തിലുള്ള നീതിയാണ് അതിലൂടെ നടപ്പാക്കുന്നത് എന്നൊരു ചോദ്യത്തിലൂടെ നേരത്തെ ശ്രീ മാത്യു കുഴൽനാടൻ അതിൻ്റെ ഗൗരവത്തെ കുറച്ചിട്ടല്ല, പക്ഷേ എങ്കിലും ഈ നീതി നിഷേധമാണ് നമ്മൾ പരിഗണിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം. അത് പറഞ്ഞു വരുമ്പോഴാണ് അദ്വാനിയെ ശിക്ഷിച്ചതുകൊണ്ട് സത്യത്തിൽ എന്ത് നേടാനാണ് എന്ന തരത്തിലേക്കുള്ള ഒരു പൊതു ചർച്ചയുടെ പൊതു പരിസരം മാത്യു തുറന്നിടുന്നത് ഗൗരവമുള്ളതാണോ? അതൊരു ഗൗരവമുള്ള വിഷയമാണ്. അദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞത് നമ്മൾ അതിനെ ലഘൂകരിക്കുന്ന നിലയിലേക്ക് പോകരുത്. ഈ കുറ്റകൃത്യം എന്നുള്ളത് ഇതൊരു എവിടെയെങ്കിലും നടന്ന 2 വിഭാഗം തമ്മിൽ നടന്നതായിട്ടുള്ള ഏതെങ്കിലും അത്തരത്തിലുള്ള ഒരു അക്രമമല്ല, അങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടതല്ല, യാദൃച്ഛികമായി ഉണ്ടായതിനെ തുടർന്ന് ഒരു റൈറ്റിങ്ങിലേക്കെല്ലാം പോയതല്ല. ഇത് എത്രയോ മാസക്കാലമായി നടന്നിട്ടുള്ളതാണ്. ഈ ഗൂഢാലോചനയെ തുടർന്ന് എത്രയോ മാസക്കാലം വർഷക്കാലം എല്ലാം നടത്തി ഇത് ആ വിധത്തിലുള്ള എക്സർസൈസിൻ്റെ പരിസമാപ്തിയാണിത്. ആ പരിസമാപ്തിക്ക് അവർ വേറെ വ്യാഖ്യാനവും കൊടുത്തിട്ടുണ്ടാവാം. എന്താണെന്നറിയാമോ? എന്താണെന്ന് ചോദിച്ചാൽ പല രാജ്യങ്ങളിലും ചിലപ്പോൾ ഇത്തരത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് വിപ്ലവങ്ങളായി മാറുകയും ഭരണകൂടം അടക്കം മാറുകയും അത്തരത്തിലുള്ള സംഭവങ്ങൾ പലതും നടക്കുമ്പോൾ അത്തരത്തിലുള്ള വിപ്ലവങ്ങളിലോ അത്തരത്തിലുള്ള കലാപങ്ങളിലോ ലോകത്ത് പലയിടത്തും പലപ്പോഴായി നടന്നിട്ടുണ്ട്, പല തലമുറകളിൽ. അപ്പോൾ അന്ന് നടന്നിട്ടുള്ളതിനെല്ലാം പിന്നീട് അത് കൃത്യമായി അത് വിച്ഛേദിച്ച് എന്നുള്ള നിലയിലേക്ക് പോകാൻ കഴിയില്ല. അതായത് അദ്ദേഹം ഇതിൽ പറയുന്നത് എന്താണ്? മാത്യു സതുദ്ദേശപരമായി പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വിഷയത്തിൽ അതിൻ്റെ നിയമപരമായ പരിസരങ്ങളിൽ നിന്നു വേണം നമ്മൾ സംസാരിക്കാൻ. പക്ഷേ ഇന്ത്യൻ ജനതയെ ചരിത്രപരമായി ചേരിതിരിവുണ്ടാക്കിയ വിഘടിപ്പിച്ച ബാബറി മസ്ജിദിൻ്റെ തകർക്കൽ മതവർഗീയത ആഴ്ന്നിറങ്ങുന്നതിന് ഇടയാക്കിയ സാഹചര്യം, ഈ വിധിയുടെ വരാൻ പോകുന്ന വിധിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഇനി വിധി വന്നു കഴിയുമ്പോൾ സംസാരിക്കുമ്പോഴും നമ്മൾ രാഷ്ട്രീയത്തെ ഇതിൽ നിന്ന് മാറ്റി നിർത്തി വേണമോ സംസാരിക്കാൻ? ഇതിൽ നമ്മൾ വിധിന്യായവും അതിൻ്റെ ജുഡീഷ്യൽ പെർസ്പെക്റ്റീവിൽ തന്നെ നമുക്കത് വരട്ടെ, അത് ചർച്ച ചെയ്യാം. എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള ഈ കൃത്യം, ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര, ഇതിന് വാസ്തവത്തിൽ ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. ഞാൻ അതാണ് പറഞ്ഞത്. അതായത് ഒരു നിമിഷം ശ്രീ മാത്യു, ഈ കുറ്റകൃത്യങ്ങളുടെ ഗ്രാവിറ്റി, അതാണ് നേരത്തെ ഡോക്ടർ സമ്പത്ത് വിശദീകരിച്ചത്. ആ കുറ്റകൃത്യങ്ങൾ അത് ഏതെങ്കിലും പ്രതികളുടെ പ്രായാധിക്യം കൊണ്ട് നമ്മൾക്ക് മാപ്പ് നൽകാവുന്ന വിധത്തിലുള്ളതല്ല. മാത്രമല്ല ഇതിൽ അന്തർലീനമായി നിൽക്കുന്ന മതവർഗീയതയുടെ ആഴങ്ങൾ,
രാഷ്ട്രീയമായ ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കിയ പശ്ചാത്തലം, ഇതെല്ലാം നിൽക്കുന്നൊരു ഘട്ടത്തിൽ ഇതിനെ വേർതിരിച്ച് കാണുന്നത് നല്ല നടപടിയല്ല എന്നാണ് ഡോക്ടർ സമ്പത്ത് പറഞ്ഞു വെച്ചത്. അല്ല, എനിക്ക് അദ്ദേഹം അത് അങ്ങനെ ഞാൻ ലഘൂകരിച്ച് കണ്ടതായിട്ടാണോ മനസ്സിലാക്കിയതെന്ന് എനിക്കത് ഐ ഫീൽ ഒരു അങ്ങനെ കണ്ടതിൽ എനിക്കൊരു സങ്കടമുണ്ട്. കാരണം ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ കുറ്റകൃത്യത്തെയോ ഈ സംഭവത്തെയോ എന്തുമാത്രം വേദനയോടുകൂടിയാണ്, ഗൗരവം മാത്രമല്ല, ഏറെ വേദനയോടുകൂടി കാണുന്ന ഒരു ഇന്ത്യൻ പൗരനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ലിറ്റിഗൻ്റായിരുന്ന ഇക്ബാൽ അൻസാരിയുടെ കാര്യം പറയാൻ കാരണം. അയാളുടെ പോലും മാനസികാവസ്ഥ അതിലേക്ക് മാറിയപ്പോൾ നമ്മുടെ സിസ്റ്റം, ഞാൻ തിരിച്ചൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, തിരിച്ചൊരു സംഭവം ആയിരുന്നു സംഭവിച്ചതെങ്കിൽ ഇതുപോലൊരു സംഭവം നടന്നു, ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് സെറ്റ് ചെയ്തു, ഹൈലി ഒരു രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും പോലും പോർലേൽപ്പിക്കുന്ന, അല്ലെങ്കിൽ രണ്ട് സമൂഹങ്ങൾ അല്ലെങ്കിൽ ഈ സമുദായങ്ങൾ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുണ്ടായൊരു സംഭവമാണ്. ഒരു ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് സെറ്റ് ചെയ്ത് വിതിൻ 1 or 2 years ട്രയൽ നടത്തി ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നീതി നടപ്പിലായിരുന്നുവെങ്കിൽ that would have arrested a long course of political developments in the country. ബാബറി മസ്ജിദ് തകർത്തതിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായ ഒരു വലിയ ഒരു വഴിത്തിരിവും അതിലൂടെ ഡെവലപ്പ് ചെയ്ത് വന്ന രാജ്യത്തിന് ഗുണകരമല്ല എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയത്തെയും അറസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയുമായിരുന്നു. പ്രൊവൈഡഡ് ദ ലീഗൽ സിസ്റ്റം, ദ അഡ്മിനിസ്ട്രേഷൻ വുഡ് ഹാവ് റെസ്പോണ്ടഡ് ഇൻ സച്ച് എ വേ. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞ സമ്പത്ത് അദ്ദേഹമൊക്കെ ഒരു നിയമനിർമ്മാണ സഭയിൽ ദീർഘകാലം ഇരുന്ന ആളായതുകൊണ്ടുകൂടിയാണ് ഞാൻ അതുപോലത്തെ ഒരു ഡിസ്കഷന് ഇവിടെ ഓപ്പൺ ചെയ്തത്. അതർവൈസ് ഐ വുഡ് നോട്ട് ഹാവ് ആ ഒരു സാഹസികത്തിന് മുതിരില്ലായിരുന്നു. പക്ഷേ ഐ മീൻ വിത്ത് ഓൾ ഓണസ്റ്റി ഐ എം സ്പീക്കിംഗ് മൈ മൈൻഡ്. ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യം മുമ്പോട്ട് പോകുമ്പോൾ അടുത്തൊരു തലമുറയ്ക്ക് എങ്കിലും നമ്മുടെ രാജ്യത്തെ ഇതുപോലത്തുള്ള സിസ്റ്റത്തെ ഒന്നുകൂടി റീഅസസ് ചെയ്യാൻ പറ്റുന്ന ചില മൊമെന്റ്സ് ആണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കുറച്ച് ഞാൻ പറഞ്ഞു പൊളിറ്റിക്കലി ചിലപ്പോൾ സെൻസിറ്റീവ്. എനിക്ക് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുകൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ സമ്പത്തിലേക്കും ശ്രീ പി വി തോമസ് ഒരു ചെറിയ കമൻറ്റ് താങ്കളിൽ നിന്ന് ഇടവേളയ്ക്ക് ശേഷം നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരാം. അതായത് 2 ലളിതമായ പ്രശ്നങ്ങൾ, ഒന്ന് പ്രതികളുടെ പ്രായാധിക്യം, അതുപോലെ തന്നെ ഈ സംഭവത്തിൻ്റെ കാലപ്പഴക്കം. ഈ 2 കാര്യങ്ങൾ പരിഗണിച്ചാൽ നിയമത്തിൻ്റെ കണ്ണിലൂടെ മാത്രം ഇതിനെ കാണുക എന്ന ഒരു ശൈലിയാണ് നല്ലത് എന്ന് പറഞ്ഞാൽ താങ്കൾ പൂർണ്ണമായും അതിനോട് യോജിക്കുമോ വിയോജിക്കുമോ? പി വി തോമസ്. ഞാൻ തീർച്ചയായിട്ടും വിയോജിക്കുന്നു. ശ്രീ മാത്യു കുഴൽനാടൻ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നേ ഇല്ല. കാരണം എനിക്ക് സാധിക്കില്ല. കാരണം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ പ്രായമോ അതുപോലെ മറ്റുമൊക്കെ രോഗമോ ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭരണകൂടം നിയമവാഴ്ച ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള യാതൊരു പരിഗണനയും പാടില്ല. അവിടെ അഡ്വാനിക്കെതിരായിട്ട് വ്യക്തിപരമായിട്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം ശിക്ഷിക്കപ്പെടാൻ വരട്ടെ, അത് വേറെ കാര്യം. പക്ഷേ ഇങ്ങനെ ഒരു കുറ്റം അദ്ദേഹത്തിൻ്റെ പേരിൽ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്കാർക്കും വെറുതെ വിടുവാൻ സാധിക്കില്ല. ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ശ്രീ കുഴൽനാടൻ പറഞ്ഞത് ഒരുപക്ഷെ അദ്ദേഹം ചിന്തിച്ച പോലെ തന്നെയായിരിക്കും അന്ന് നരസിംഹറാവുവും ചിന്തിച്ചത്. അതൊക്കെ പോട്ടെ, പോയി കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ തീർന്നല്ലോ എന്നായിരിക്കും. അങ്ങനെ തീരുന്ന പ്രശ്നങ്ങളൊന്നും അല്ല. വരുന്നു, കാശ് വരുന്നു, മധുര വരുന്നു. അപ്പോൾ ഇതിന് ഓൾറെഡി മധുരയിൽ ഹർജി ഫയൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് കണ്ണടച്ച് ഇങ്ങനെ പോകാൻ പറ്റുമോ? അതാണോ രാഷ്ട്രീയം? ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറയുന്നത് അതാണോ? അയ്യോ, എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല അദ്ദേഹത്തിന് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമെന്നുള്ളത്. അദ്ദേഹം പറഞ്ഞതിനോട് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശത്തെ ഞാൻ മാനിക്കുന്നു. മുറിവ് ഉണക്കരുതലേക്ക് മുളകരുതെന്നൊക്കെ പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാനോ നിലനിൽക്കുവാനോ സാധിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള ഇതുപോലെയുള്ള നിലപാടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശരി, എനിക്കതിനോട് യോജിക്കാൻ സാധിക്കില്ല. ഞാൻ 3 പേരിലേക്കും മടങ്ങി വരാം. ഏതായാലും കൂടുതൽ കോടതി വിവരങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് അവിടെ നിന്ന് തത്സമയം എത്തിക്കുന്നു. ഏതായാലും കോടതി നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. പക്ഷേ ബാബറി മസ്ജിദ് തകർത്ത കേസിൽ വിധി ഉടൻ എന്ന പൊതു സാഹചര്യം ഈ വിഷയത്തിൽ നിൽക്കുകയാണ്. വിശദാംശങ്ങളിലേക്കും പ്രധാന വാർത്തകളിലേക്കും മടങ്ങി വരാം. ബാബറി മസ്ജിദ് തകർത്ത കേസിൽ അല്പസമയത്തിനകം കോടതി വിധി പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി ശരത്താണ് കൂടുതൽ വിശദാംശങ്ങളുമായി വരുന്നത്. മുതിർന്ന BJP നേതാക്കളായ LK അദ്വാനി, മുരളി മനോഹർ ജോഷി തുടങ്ങിയവരൊക്കെ പ്രതികളായ കേസാണ്. ശരത്ത്, ഏറ്റവും പുതിയ വിവരങ്ങൾ കോടതിയിൽ നിന്നും വരുന്നത് എന്താണ്?
ശരത്ത്, ഈ വിധി പറയുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കങ്ങളിലേക്ക് കോടതി ഇതേവരെ കടന്നിട്ടില്ല. ജഡ്ജ് കോടതി മുറിക്കകത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെയും സ്ഥിതി. അദ്ദേഹം നേരത്തെ തന്നെ കോടതിയിലെത്തിയിരുന്നു. പക്ഷേ അത് വിധി പറയേണ്ടുന്ന പഴയ ഹൈക്കോടതി കെട്ടിടത്തിൻ്റെ അദ്ദേഹത്തിന് അനുവദിച്ചിട്ടുള്ള റൂമിനകത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഉള്ള സ്ഥിതി. അതേസമയം തന്നെ ഈ പ്രതികൾ എന്നാരോപിക്കപ്പെടുന്ന ആളുകളിൽ ഏതാണ്ട് 20ഓളം ആളുകളാണ് ഇപ്പോൾ ഇതുവരെയായി വിധി കേൾക്കുന്നതിന് വേണ്ടി നേരിട്ട് കേൾക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത്. അവരെ ഓരോ ആളുകളെയും ഇപ്പോൾ കോടതി മുറിക്കകത്തേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ തെർമൽ സ്കാനിങ് നടത്തിക്കൊണ്ട് ആണ് അവരെ പ്രത്യേക ഇരിപ്പിടത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. അത്തരത്തിലാണ് ഉള്ള ക്രമീകരണങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ ശ്രീ സമ്പത്ത്, നേരത്തെ മാത്യു കുഴൽനാടൻ മുന്നോട്ട് വെച്ച വാദഗതിയോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല എന്നാണ് ശ്രീ പി വി തോമസും പറഞ്ഞത്. അതായത് കോൺഗ്രസ് എന്ന പ്രധാന പ്രതിപക്ഷ പാർട്ടി ഇക്കാര്യത്തിൽ ഇപ്പോൾ അയോധ്യയിലെ ഭൂമി പൂജ നടന്നപ്പോഴെടുത്ത നിലപാട് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ വരുമ്പോൾ ഞാൻ അത്തരം പല നിരീക്ഷണങ്ങളിൽ നിന്നാണ് നേരത്തെ മാത്യുവിനടുത്ത് ചോദിച്ചത്. കോൺഗ്രസ് ഏതാണ്ട് ഇത് മറക്കാൻ ആഗ്രഹിക്കുന്നൊരു പ്രശ്നം എന്ന രാഷ്ട്രീയ നിരീക്ഷണം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സമൂഹത്തിൽ വളരെ ശക്തമായി നിൽക്കുന്നുണ്ട്. അതേസമയം ഇതിൻ്റെ കാലതാമസത്തെക്കുറിച്ച് നമ്മൾ പറയുകയും ചെയ്യുന്നു. 27 വർഷം ഈ കേസ്, ഈ ക്രിമിനൽ കേസ്, ഈ ബാബറി മസ്ജിദ് തകർത്ത കേസിൽ പ്രതികൾ കുറ്റക്കാരാണോ അല്ലയോ എന്നറിയാൻ ഒരു രാജ്യം കാത്തിരിക്കുന്നു. അതേസമയം നമ്മൾ അതിൻ്റെ രാജ്യത്തിൻ്റെ മതേതരത്വം തകർക്കപ്പെട്ട മതരാഷ്ട്രീയം അല്ലെങ്കിൽ മതവർഗീയത ആഴ്ന്നിറങ്ങിയ ഒരു പ്രശ്നമായി കാണുന്നു. അപ്പോഴും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എന്തുകൊണ്ട് ഇത്ര വൈകി എന്ന ചോദ്യം, ആ ചോദ്യം ഇത്ര കാലതാമസം ഒഴിവാക്കാൻ നാട്ടിലെ ഭരണകൂടങ്ങൾക്ക്, ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് സമയോചിതമായി ഇടപെടാൻ കഴിയുമായിരുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ഞാനതിൽ സമ്പത്തിലേക്ക് ആ ചോദ്യവുമായി വരാം, ശ്രീ പി വി തോമസിലേക്ക് വരാം, ശ്രീ മാത്യുവിനെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അതിനു മുമ്പ് പ്രധാന വാർത്തകളൊന്ന് നോക്കാം. ബാബറി മസ്ജിദ് തകർത്ത കേസിൽ വിധി ഉടൻ. ജഡ്ജി കോടതിയിലെത്തി. 32-ൽ 18 പ്രതികൾ കോടതിയിൽ. LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഹാജരാവുക ഓൺലൈനായി. ലക്നൌവിലെ പ്രത്യേക CBI കോടതിക്ക് പുറത്ത് കനത്ത സുരക്ഷ. UP-യിലെങ്കും ജാഗ്രത. ഹത്രാസിൽ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ദളിത് യുവതിയുടെ മൃതദേഹം സംസ്കരിച്ചതിലും ദുരൂഹത. ബന്ധുക്കളെ അകറ്റി നിർത്തി പോലീസ് മൃതദേഹം സംസ്കരിച്ചത് പുലർച്ചെ 3-ന്. സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം. MC കമറുദ്ദീൻ MLA-യുടെ 150 കോടി തട്ടിപ്പിൽ നിയമസഭാ സമിതിയുടെ അന്വേഷണം. നടപടി തൃക്കരിപ്പൂർ MLA രാജഗോപാലിന്റെ പരാതി. കാർഷിക ബില്ലിനെതിരെ കർഷകരോഷം ആളിക്കത്തുന്നു. ട്രെയിൻ, റോഡ് ഗതാഗതം തടഞ്ഞുള്ള അനിശ്ചിതകാല സമരങ്ങൾക്ക് പഞ്ചാബിൽ നാളെ തുടക്കം. ബാബറി മസ്ജിദ് തകർത്ത കേസിൽ വിധി അല്പസമയത്തിനകം പ്രതീക്ഷിക്കാം. 18 പ്രതികൾ കോടതിയിലെത്തി. ജഡ്ജി ലക്നൌവിലെ കോടതി മുറിയിൽ എത്തി. കോടതിക്ക് പുറത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം ശരത്തിലേക്ക്. ശരത്ത്, പുതിയ വിവരങ്ങൾ എന്താണ് വന്നുകൊണ്ടിരിക്കുന്നത്? ശരത്ത്, ഇനി ഏത് നിമിഷവും വിധി ഉണ്ടാകാം എന്നുള്ളത് തന്നെയാണ് സാഹചര്യം. ജഡ്ജ് അദ്ദേഹത്തിൻ്റെ എല്ലാ നടപടികളും അദ്ദേഹത്തിൻ്റെ ഓഫീസിനകത്ത് വിധി പ്രസ്താവമൊക്കെ എടുത്ത് കോടതി മുറിക്കകത്തേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. 18ഓളം പ്രതികളാണ് കോടതിക്കകത്ത് നേരിട്ട് ഉള്ളത്. 32 പ്രതികൾ ഉള്ള കേസിൽ 18 പ്രതികൾ മാത്രമാണ് വിധി കേൾക്കുന്നതിന് വേണ്ടി നേരിട്ട് ഹാജരായിരിക്കുന്നത്. പ്രായാധിക്യം പരിഗണിച്ചുകൊണ്ടാണ് LK അദ്വാനി അടക്കമുള്ള നേതാക്കളെ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവ് ആക്കുന്ന നിലയിലേക്ക് കോടതി പോയിരിക്കുന്നത്. അങ്ങനെ ഒരു അപേക്ഷ കോടതിക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ നേരിട്ട് ഹാജരാവാത്തതിൽ കോടതി പ്രത്യേകം എന്തെങ്കിലും ഒരു അഭിപ്രായ ഭിന്നത പ്രകടിപ്പിക്കുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. നേരത്തെ LK അദ്വാനിയുടെ മൊഴി ജൂലൈ 24-ാം തീയതി രേഖപ്പെടുത്തിയതും ഓൺലൈനായിരുന്നു. 100ഓളം ചോദ്യങ്ങൾ ഇത്തരത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെ LK അദ്വാനിയോട് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ കോടതി ഈ പ്രായാധിക്യം ഉള്ള ഒരു സാഹചര്യത്തിൽ LK അദ്വാനിക്ക് വേണ്ടിയും മുരളി മനോഹർ ജോഷിക്ക് വേണ്ടിയും ഏർപ്പാടാക്കിയിരുന്നു. അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ വേണം ഇപ്പോൾ ഇങ്ങനെ വീഡിയോ കോൺഫറൻസ് വഴി ഈ വിധി കേൾക്കാനുള്ള ഒരു തയ്യാറെടുപ്പിനെ കാണാൻ. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇതിൽ മുതിർന്ന അദ്വാനി അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കെതിരെ വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. അതിൽ തന്നെ ഈ ബാബറി മസ്ജിദ് തകർത്ത കേസിൽ തന്നെ ആ തകർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചന അടങ്ങിയിരിക്കുന്നു. പ്രോസിക്യൂഷൻ അത് കോടതിക്ക് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ഇവരുടെ ഗൂഢാലോചന, ആസൂത്രണം, അതിനെ ചുരുക്കം വാക്കുകളിൽ എങ്ങനെ പറയാം? എങ്ങനെയാണ് അവർക്കെതിരെ അത് കോടതിയിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുള്ളത്?
ശരത്ത് 1993 ഒക്ടോബറിൽ CBI നൽകിയ കുറ്റപത്രത്തിൽ അവർ CBI വാദിക്കുന്നത് ഈ ഒരു ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് പിന്നിൽ ഒരു വലിയ ക്രിമിനൽ ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ്. അതിന് തെളിവായി അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന വാദം എന്നുള്ള നിലയിൽ ചൂണ്ടിക്കാണിക്കുന്നത് വിനയ് കത്യാറുടെ വസതിയിൽ വെച്ച് UPയിലെ വിനയ് കത്യാറിൻ്റെ വസതിയിൽ വെച്ച് മുരളി മനോഹർ ജോഷി, LK അദ്വാനി, ഉമാഭാരതി, അതുപോലെ തന്നെ മരണപ്പെട്ട അശോക് സിംഗാൾ അടക്കമുള്ള നേതാക്കൾ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് മസ്ജിദ് തകർക്കണം എന്നുള്ള ഒരു ആലോചന ഉണ്ടായതും തീരുമാനമെടുത്തതും എന്നാണ് CBI വാദിക്കുന്നത്. അത്തരമൊരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് സപ്ലിമെൻ്റ് ചെയ്യുന്ന നിലയിലുള്ള രേഖകളെയും സാക്ഷിമൊഴികളെയും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇതിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് CBI ആവർത്തിച്ച് ഉന്നയിക്കുന്നത്. ഇത് നേരത്തെ റായ്ബറേലി കോടതി ഈ ഒരു വാദം നിരാകരിക്കുകയും ഹൈക്കോടതി അത് ശരിവെക്കുകയും ചെയ്തിരുന്നു. പിന്നീട് സുപ്രീം കോടതിയാണ് പ്രഥമർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചേർത്തുകൊണ്ട് തന്നെ വിചാരണ വേണം എന്നുള്ള ഒരു നിലപാടെടുത്തത്. അതിനുശേഷമാണ് പിന്നെ വീണ്ടും ഗൂഢാലോചന ചുമത്തിക്കൊണ്ടുള്ള വിചാരണ ആരംഭിച്ചതും. ശരി, ശരത്താണ് വിശദാംശങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ശ്രീ സമ്പത്ത് ഞാൻ ചോദിച്ച പോലെ ഈ കാലതാമസം അതിൽ രണ്ടു പക്ഷമില്ലാത്ത വിധം വിമർശനം ശക്തമായി ഉയരുന്നുണ്ട്. ഇത് സത്യത്തിൽ കാലതാമസമില്ലാതെ നടത്തി തീർക്കാൻ ഭരണകൂടങ്ങൾക്കും നീതിന്യായ വ്യവസ്ഥയ്ക്കും കഴിയുമായിരുന്നു, അതോ ഇതിൻ്റെ സ്വാഭാവികമായ കാലതാമസമാണോ ഇതൊക്കെ? ഇത് സ്വാഭാവികമായ കാലതാമസം അല്ല. ഇത് വളരെ ബോധപൂർവം മനഃപൂർവ്വം നീട്ടി കൊണ്ടുപോയതാണ്. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഇതിൽ നമ്മുടെ BJPയുടെ ഏതെങ്കിലും ചങ്ങാതിമാർ ഇനി ഇത് ഈ വിധിന്യായമെല്ലാം വന്നതിന് ശേഷമുള്ള ചർച്ചകളിൽ പങ്കെടുക്കുകയും മാത്രമേ അവരുടെ പ്രതികരണം അറിയിച്ചിട്ടുള്ളൂ. പക്ഷെ അവർ ആ പ്രതികരണം പറയുമ്പോഴും ഞാനിപ്പോൾ നമ്മുടെ ഈ ചർച്ചയിൽ യശസ്വരീയനായ ശ്രീ വാജ്പേയിയുടെ ഒരു വാചകം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദുരന്തം ഇത്തരത്തിൽ ഇന്ത്യയുടെ മതനിരപേക്ഷതയ്ക്ക് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വധത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ അത്തരത്തിലുള്ളൊരു മതനിരപേക്ഷതയുടെ ഹത്യ എന്നുള്ളത് ഈ ബാബറി മസ്ജിദ് തകർക്കലുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തനങ്ങളാണ്. ഡിസംബർ 1992 ഡിസംബറിൽ തന്നെ ഡൽഹിയിൽ NDTVയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ശ്രീ വാജ്പേയി ജി പറയുകയുണ്ടായി, വി ആർ സോറി. അദ്ദേഹം പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് താൻ സോറി പറയുന്നത് എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. ഇത് തകർക്കപ്പെടാൻ പാടില്ലായിരുന്നു. ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് ഡിമോളിഷ്ഡ് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ഇതിങ്ങനെ തകർക്കപ്പെടില്ല എന്ന് വി ഹാവ് ഗിവൺ അഷ്വറൻസസ് ഞങ്ങൾ കൊടുത്തിരുന്നതാണ്. ആര് പറയുന്നു? AB വാജ്പേയി പറയുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ ഇക്കാര്യത്തിൽ സോറി അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തെക്കാൾ വലിയൊരു നേതാവില്ലല്ലോ. ഇനി ഇന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നാലും അല്ല ഇനി BJPക്ക് ആരെങ്കിലും അത്തരത്തിൽ നേതാക്കളായി ഉയർന്നു വന്നിരുന്നാലും AB വാജ്പേയിക്ക് സമാനനായി അദ്ദേഹത്തിന് തുല്യനായി മറ്റൊരു നേതാവിനെ ഒരിക്കലും അവരുടെ ചരിത്രത്തിൽ എടുത്തു കാണിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞൊന്നും വരില്ല. അദ്ദേഹമാണ് പറഞ്ഞത് സോറി, ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു, ഞങ്ങളിത് ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ അത്തരത്തിൽ ഉറപ്പ് നൽകിയിരുന്നതായിരുന്നു. പക്ഷേ ശ്രീ സമ്പത്ത്, അതിൽ എത്രമാത്രം വിശ്വസനീയമായി എടുക്കാം? പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒന്ന്, അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ റാവു ഇവരെ വിശ്വസിച്ചു എന്ന് പറഞ്ഞെടുക്കുന്ന ഒരു സ്റ്റാൻഡ് ഒരു ഭാഗത്ത്, മതത്തെ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റില്ല എന്ന പരസ്യ നിലപാടെടുത്തിട്ടുള്ള LK അദ്വാനി, അദ്ദേഹത്തിൻ്റെ രഥയാത്ര, കർസേവ, ഇതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ AB വാജ്പേയിയുടെ ആ വാദഗതിക്ക് എന്ത് ചരിത്രപരമായ പ്രസക്തിയാണുള്ളത്? ഇവിടെയാണ് BJPക്കകത്ത് തന്നെ കുറേയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ യുക്തിസഹമായി കാര്യങ്ങളെ കാണുന്നവരും അത്തരം നിലപാടുകൾ എടുക്കുന്നവരും ഏത് വിധത്തിലും ഏത് അൺസ്ക്രൂപ്പുലസ് മെത്തേഡ് ഉപയോഗിച്ചായിരുന്നാലും അധികാരം കൈയടക്കുക എന്നുള്ളവരും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം നിലവിൽ വരുന്നത്. ഞാനിത് പറയുന്നത് ഗുജറാത്തിലെ വംശഹത്യകൾ നടക്കുന്ന കാലത്ത് വാജ്പേയി അദ്ദേഹം പ്രധാനമന്ത്രി പദം ഒഴിയുന്നതിന് അദ്ദേഹം തീരുമാനിച്ച് അത് അദ്ദേഹത്തിൻ്റെ അടുത്ത സഹപ്രവർത്തകരോട് പറയുകയുണ്ടായി. അത് വാസ്തവത്തിൽ അദ്വാനി എന്നത് സമ്മതിച്ചില്ല. ഈ അടുത്തിടെ അന്തരിച്ച BJPയുടെ നേതാവ് തന്നെ അദ്ദേഹം ഇക്കാര്യം അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിൽ ഇക്കാര്യം ജസ്വന്ത് സിംഗ് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്, ജസ്വന്ത് സിംഗിന് വാജ്പേയിയോടുണ്ടായിരുന്ന അടുപ്പവും സ്വാതന്ത്ര്യവും ഇക്കാര്യങ്ങളിലെല്ലാം വാജ്പേയി എടുത്തൊരു നിലപാട്. വാജ്പേയി വാസ്തവത്തിൽ BJPയുടെ ഒരു മൂടുപടമായിരുന്നു എന്നുള്ളതാണല്ലോ. ആ മൂടുപടം എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല.
ആ മുഖാവരണത്തിന്, ആ സുന്ദരമായ ഒരു മുഖാവരണത്തിന് ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൻ്റെതായ അതിൻ്റെ ഒരു അംശങ്ങൾ അത് അദ്ദേഹത്തിനും കൂടി അവകാശപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഒരു മുഖാവരണമായി, ഒരു മാസ്കായി വെച്ചുകൊണ്ട്, ഇന്ന് നമ്മൾ ഈ COVID-19 കാലത്ത് ഉപയോഗിക്കുന്നത് അതുപോലെ പൂർണ്ണമായ ഒരു മുഖാവരണമായി വെച്ചുകൊണ്ടാണ് BJP ഇതെല്ലാം ചെയ്തത്. ഇവിടെ ഏതെങ്കിലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തർക്കമല്ല ഇന്നിപ്പോൾ ഈ വിധിയിൽ പറയേണ്ടത്. ഇതൊരു സിവിൽ ഡിസ്പ്യൂട്ട് അല്ല, ഇത് ക്രിമിനൽ ഒഫൻസ് എന്ന് പറയുന്നത് അത് വാസ്തവത്തിൽ ആ ക്രിമിനൽ ഇറ്റ് ഈസ് ആൻ ഒഫൻസ് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് ആണ്, രാഷ്ട്രത്തിനെതിരായ കുറ്റകൃത്യമാണ്. സ്റ്റേറ്റാണ് വാദി. നമ്മുടെ ശരീരത്തിലേക്ക് ഇപ്പോൾ എൻ്റെ ഒരാൾ എന്നെ തല്ലുകയോ എന്നെ ആക്രമിക്കുകയോ മാരകമായി പരിക്കേൽപ്പിക്കുകയോ അത്തരത്തിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് വേദന എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എൻ്റെ ജീവനും മാനത്തിനും എൻ്റെ സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ചുമതലയാണ് സർക്കാരിനുള്ളത്. സ്റ്റേറ്റ് എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന എല്ലാവർക്കും, അത് ഇന്ത്യ ഗവൺമെൻറ് ആകട്ടെ, സംസ്ഥാന ഗവൺമെൻറ് ആകട്ടെ, അതല്ല പ്രാദേശികമായിട്ടുള്ള മറ്റ് സർക്കാരുകളാകട്ടെ, ആ സ്റ്റേറ്റ് എന്നുള്ള ഡെഫിനേഷനിൽ പെടുന്ന എല്ലാവർക്കും അതിനുള്ള ചുമതലയുണ്ട്. ഞാൻ ചോദിച്ച ഡോക്ടർ സമ്പത്ത്, ഈ ടൈറ്റിൽ ഡിസ്പ്യൂട്ട് അവിടെ നിൽക്കട്ടെ, സുപ്രീം കോടതി അത് ഈ കേസിൽ, ഈ ക്രിമിനൽ കേസിൽ കേന്ദ്ര സർക്കാരുകളും സുപ്രീം കോടതിയും ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരും ഒക്കെ കരുതിയിരുന്നുവെങ്കിൽ, വിചാരിച്ചിരുന്നുവെങ്കിൽ വളരെ നേരത്തെ തന്നെ ഇതിലൊരു വിധിയിലേക്കും തീർപ്പിലേക്കും പോകാമായിരുന്നില്ലേ? പോകാമായിരുന്നു. അങ്ങനെ പോകരുത് എന്നുള്ളത് ബോധപൂർവം ആ തീരുമാനം നടപ്പാക്കുന്നതാണല്ലോ നമ്മൾ ഈ കണ്ടത് കഴിഞ്ഞ 27 വർഷക്കാലം. അതാണല്ലോ 27 വർഷക്കാലം നമ്മൾ കണ്ടത്. അതാണല്ലോ ഇതിലെ 17 പ്രതികൾ ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്തത്. അതാണല്ലോ ഇപ്പോൾ നേരത്തെ ശ്രീ മാത്യു കുഴൽനാടൻ പറഞ്ഞതുപോലെ അവിടെ പ്രതിഭാഗത്തിൻ്റെ വക്കീലന്മാർ കോടതിയിൽ പറയാനിടയുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ്. കുറ്റവാളിയാണ് എന്ന് വിധിന്യായം പറഞ്ഞാൽ അവിടെ ജസ്റ്റ് ലൈക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഒരു അഡ്വക്കേറ്റ് വെയറിംഗ് ദ ഷൂസ് ഓഫ് ദി അക്യൂസ്ഡ് ആണ് അദ്ദേഹം പറഞ്ഞ ന്യായങ്ങൾ. എന്തെങ്കിലും കുറ്റവാളിയാണ്, അതുകൊണ്ട് ഈ പറയുന്ന ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പറയാനുണ്ട് എങ്കിൽ ഈ പ്രായാധിക്യം, കോവിഡ് ബാധിച്ചിരിക്കുന്നു, അറ്റ് ദ ഫാഗ് എൻഡ് ഓഫ് ദ ലൈഫ് എന്നൊക്കെ ഉള്ള നിലയിലേക്കുള്ളത് അത്തരത്തിൽ പ്രതിഭാഗം വക്കീൽ, ഞാനാണ് പ്രതിഭാഗം വക്കീലെങ്കിൽ ഞാനും എൻ്റെ പ്രതിക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ തന്നെ പറയും. പക്ഷേ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ ഈ പറയുന്ന വിധിന്യായം ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വരേണ്ടത്. അതെ, അതാണ് അതിലെ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഇതെന്നോ സംഭവിക്കേണ്ട ഒരു തീർപ്പായിരുന്നു. ആരൊക്കെയോ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഇതിൻ്റെ അപ്പീൽ കാലം കൂടി കഴിയുമ്പോൾ ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ ശിക്ഷിച്ചാൽ ശിക്ഷ ഏറ്റുവാങ്ങാൻ പോലും പ്രതികൾ ഉണ്ടാവില്ല എന്ന നിലയിലുള്ള ഒരു കേസാണ് നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രീ PV തോമസ്, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പ്രതിപ്പട്ടികയിലില്ലാത്ത ഒരു മനുഷ്യനെ കുറിച്ചുകൂടി ഇതേ ദിവസം നമ്മുടെ രാജ്യം ഓർക്കില്ലേ? അത് മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവു ഇല്ലേ? നിരന്തരമായ ചോദ്യങ്ങൾക്ക് മൗനം കൊണ്ട് ആ ചോദ്യങ്ങളെ നേരിട്ട നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഒടുവിൽ എല്ലാത്തിനും ശേഷം, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവുമാണെന്ന് തോന്നുന്നു, അയോധ്യ December 6, 1992 എന്നൊരു പുസ്തകമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ ദിവസം ഇന്ത്യ ഓർക്കുക എന്നതിന് ഒരുപാട് അർത്ഥതലമുണ്ട്. ആ നിലയിൽ പരിഗണിക്കേണ്ട, പരിശോധിക്കേണ്ട ഒരാൾ കൂടിയല്ലേ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവുവും അന്നത്തെ രാഷ്ട്രീയ നേതൃത്വവും? തീർച്ചയായിട്ടും അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടി പറയാം. ഈ കേസ് എന്തുകൊണ്ട് നീണ്ടു എന്നുള്ള കാര്യം ശ്രീ സമ്പത്തിൻ്റെ ആർഗ്യുമെൻറ്റിനോട് ഞാൻ പരിപൂർണ്ണമായിട്ട് യോജിക്കുന്നു. നമ്മളറിയാം 1992 ഡിസംബർ 6 മസ്ജിദ് തകർത്തപ്പോൾ അന്ന് വൈകുന്നേരത്തോടുകൂടി 2 FIR ആണ് ഫയൽ ചെയ്തത്. ഒരു FIR പേരറിയപ്പെടാത്ത കരസേവകർക്കെതിരായിട്ട്, അതാണ് ബാബരി മസ്ജിദ് ഡിമോളിഷൻ. രണ്ടാമത്തേത് അഡ്വാനിക്കും മറ്റും എതിരായിട്ട് മതസ്പർദ്ധ ഒഴിവാക്കുന്ന പ്രസംഗങ്ങൾ നടത്തി എന്നുള്ളതാണ്. അന്നൊന്നും ഗൂഢാലോചന വരുന്നില്ല. ഗൂഢാലോചന വരുന്നത് കുറെ കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞ് ഒന്നാം പ്രതി ബാൽ താക്കറെ, രണ്ടാം പ്രതി LK അദ്വാനി, അങ്ങനെ ആദ്യത്തെ 2+47 49 FIRകളാണ് വന്നത് തൊട്ടടുത്ത ദിവസങ്ങളിലായി. അതെ 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 അതിനുശേഷം ഈ വന്ന് കോൺസ്പിറസി വീണ്ടും ആഡ് ചെയ്തതാണ്. ആ കോൺസ്പിറസി വീണ്ടും കോടതി തള്ളിക്കളഞ്ഞു. വീണ്ടും ഹൈക്കോടതി വീണ്ടും അത് ശരിവെച്ചു. അതിനുശേഷമാണ് വിചാരണയിൽ വരുമ്പോൾ 2017 സുപ്രീം കോടതി കോൺസ്പിറസി ഉൾപ്പെടുത്തുന്നത്. അതിനുശേഷമാണ് ഡെഡ് ലൈൻ കൊടുക്കുന്നത്. ദിവസം തോറുമുള്ള വിചാരണയിലൂടെ 2 വർഷത്തിനുള്ളിൽ തുറക്കണമെന്ന് പറയുന്നത്. ഇങ്ങനെ ഇഴഞ്ഞ് പോവുകയായിരുന്നു. അവസാനം സുപ്രീം കോടതിയുടെ ഇടപെട്ടുകൊണ്ടാണ് ഇന്നെങ്കിലും വിധി വരുന്നത്. അല്ലെങ്കിൽ ഇന്നും വരികയില്ലായിരുന്നു ഇതിൻ്റെ വിധി. അതൊന്ന്. രണ്ടാമത് റാവുവിൻ്റെ റോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഡ്യൂബിയസ് ആയിട്ടുള്ള സംശയകരമായ റോളാണ്. അതിൻ്റെ ഏതാണ്ട് പ്രതിച്ഛായ തന്നെയാണ് ഇപ്പോൾ ശ്രീ കുഴൽനാടനും പറഞ്ഞത്. അതായത് എന്തുകൊണ്ട് റാവു ഇത് തടയാനായിട്ട് ശ്രമിച്ചില്ല? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ റാവുവിന് ചെയ്യാൻ പറ്റുമായിരുന്നു. അന്ന് ഈ ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്തായിരുന്നുവെങ്കിൽ
പിന്നെ 3 BJP ഗവൺമെൻറ് ഡിസ്മിസ് ചെയ്യേണ്ട ആവശ്യം വരികയില്ലായിരുന്നു. ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം 4 ഗവൺമെൻറ്റുകൾ ഡിസ്മിസ് ചെയ്യുണ്ടായി, BJP ഗവൺമെൻറ്റുകൾ. ഇന്ന് ഈ ഒരു ഗവൺമെൻറ്റിനെ മാത്രം ഡിസ്മിസ് ചെയ്തായിരുന്നെങ്കിൽ അതിനുശേഷം 10 ദിവസം കൊണ്ട് കരസേവകർ വരാതിരിക്കാനായിട്ട് എല്ലാ കാര്യവും ബന്ദോബസ്തും ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തായിരുന്നെങ്കിൽ അതാണല്ലോ ഒരു ഭരണാധികാരി എന്ന് പറയുന്നത്. മുമ്പോട്ട് കൂടി കാണുകയല്ലേ വേണ്ടത്. അപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു റാവുവിൻ്റെ മനസ്സിൽ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഈ വിധി ദിവസമെങ്കിലും നമ്മൾ തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ റാവുവിന് ആ കാര്യത്തിൽ ഒരു ക്ലീൻ ചിറ്റ് നൽകുവാൻ സാധിക്കുകയില്ല. അവസാനം അന്ന് വൈകുന്നേരം നരസിംഹറാവു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഒരു സംഘം എഡിറ്റേഴ്സിനെ കണ്ടു ഡൽഹിയിൽ. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു എഡിറ്റർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഈ ചുണ്ടിൻ്റെ കിറിയുടെ 2 വശത്തെവിടെയും പത ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. അദ്ദേഹം അത്രയ്ക്ക് പരീക്ഷണത്തിനായിരുന്നാണ് പറയുന്നത്. ശരിയായിരിക്കാം, തീർച്ചയായിട്ടും അദ്ദേഹം ഭരിക്കുന്ന ഒരു രാജ്യത്ത് ഇതുപോലെയുള്ളൊരു വലിയ കളങ്കം നടന്നിരിക്കുന്നു. അതിനുശേഷം ഒരു പത്രത്തിൻ്റെ എഡിറ്റർ ഫ്രണ്ട് പേജ് എഡിറ്റോറിയൽ എഴുതിയാണ് എ റിപ്പബ്ലിക് ബിസ്മിറിച്ചഡ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്, ബിസ്മിറിച്ചഡ് എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത്, കളങ്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയത്. അപ്പോൾ അവരെയൊന്നും കൺവിൻസ് ചെയ്യാൻ റാവുവിന് സാധിച്ചില്ലെന്ന്. അതാണ് അവർ പുറത്തിറങ്ങി വരുമ്പം പറയുന്നത്. എന്ത് ചെയ്യായിരുന്നു നരസിംഹറാവു വന്ന്? അദ്ദേഹത്തിൻ്റെ ഗവർണർ ഉണ്ടായിരുന്നില്ല അവിടെ, അദ്ദേഹം ഒരു ആന്ധ്രാക്കാരൻ തന്നെയാണ്. അവർക്കൊക്കെ ശരിയായിട്ടുള്ള നടപടി എടുക്കുവാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഗവർണർ റിപ്പോർട്ട് വരികയും റിപ്പോർട്ട് വരാതെ തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ആ ഉറപ്പൊക്കെ അറിയാം. കാരണം ഈ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കണം, അതിനൊന്നും ആരും എതിരില്ല, വരട്ടെ, രാമക്ഷേത്രം വരട്ടെ. പക്ഷേ അതിവിടെ തന്നെ വേണം, അതായത് ഈ ബാബരി മസ്ജിദ് തകർത്തിട്ട് അവിടെ തന്നെ വേണമെന്ന് പറയുന്നുണ്ട് ആൾക്കാർ എതിരുന്നത്. അപ്പോൾ ഏതായാലും ആ ഒരു കോൺസ്പിറസിയുടെ തിയറിയിലേക്ക് വരുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കോൺസ്പിറസിയുടെ തിയറി, ഗൂഢാലോചനയുടെ തിയറി അഡ്വാനിക്കെതിരായിട്ട് എത്രമാത്രം, അഡ്വാനിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരായിട്ട് എത്രമാത്രം സ്ട്രോങ് ആണെന്ന് അറിയാൻ പാടില്ല. കാരണം നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമുണ്ട്. മഹാത്മാഗാന്ധി വധക്കേസിൽ വിനായക് ദാമോദർ സവർക്കർ 8ാമത്തെ പ്രതിയായിരുന്നു കോൺസ്പിറസിയിൽ. പക്ഷേ അവസാനം അദ്ദേഹത്തെ ചില ടെക്നിക്കൽ കാരണങ്ങളാൽ വിടുകയാണ് ഉണ്ടായത്. എന്താണ് പറഞ്ഞത്? സവർക്കർ ഭവനിൽ ഗോഡ്സെ വരുമായിരുന്നു, പക്ഷേ അതിന് അദ്ദേഹം സവർക്കറെ കണ്ടു എന്നുള്ള തെളിവില്ല, ഗൂഢാലോചന നടത്തിയെന്ന് തെളിവില്ല. അങ്ങനെയാണ് പറഞ്ഞത്. സവർക്കർ വരുമായിരുന്നു, സവർക്കറിൻ്റെ ഗുരുവായിരുന്നു, സവർക്കർ ഗോഡ്സെയുടെ ഗുരുവായിരുന്നു. അപ്പോൾ ഇതൊക്കെ സാഹചര്യ തെളിവുകൊണ്ട് നമ്മൾ പറയും, പക്ഷേ അത് കോടതിയുടെ മുമ്പിൽ ചിലപ്പോയില്ല, വിടുകയാണ് ഉണ്ടായത്. ഗൂഢാലോചനയുടെ കേസിൽ നിന്നും സവർക്കറെ അങ്ങനെ വെറുതെ വിടുകയാണ്. ഇപ്പോൾ സവർക്കറുടെ പാർലമെൻറ്റ് സെൻട്രൽ ഹാളിൽ സവർക്കറുടെ ചായ ഉണ്ട്, പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് കാര്യമൊന്നുമില്ല. കേസിൻ്റെ വിധി എന്തും വരട്ടെ, കേസിൻ്റെ വിധി വരുമോ ശിക്ഷിക്കപ്പെടാതിരിക്കും കേട്ടോ. കാരണം കോടതിയുടെ വിധിനായിട്ട് വാദിക്കുക. പക്ഷേ അതുകൊണ്ട് ഒരു സോഫ്റ്റ് ആറ്റിറ്റ്യൂഡും പ്രായത്തിൻ്റെ പേരിലോ കാലം കടന്നു പോയതിൻ്റെ പേരിലോ ഒരു സോഫ്റ്റ് ആറ്റിറ്റ്യൂഡ് എടുക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഈ വിധി ഉദാഹരണമായിരിക്കും, ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കും, അതൊരു ബെഞ്ച് മാർക്കായിരിക്കുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ആ വിധിയുടെ എന്തായിരിക്കും ഇതിൻ്റെ പരിസമാപ്തി എന്നുള്ള കാര്യമാണ് നമുക്കറിയേണ്ടത്. ഏതാനും സമയത്തിൽ നമ്മൾ അറിയുമായിരിക്കും. അതുകൊണ്ട് ആ വിധി തന്നെയായിട്ട് വരണം. അതിനൊരു സോഫ്റ്റായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. ഒരു കാരണവശാലും അത് ഇന്ത്യയുടെ ചരിത്രം അറിയാവുന്നവർക്ക് സ്വതന്ത്ര ഭാരതത്തിൽ 1947 നടന്ന ഏറ്റവും വലിയ കയ്യേറ്റങ്ങളിൽ ഒരു കയ്യേറ്റമാണ് ഈ ബാബരി മസ്ജിദ് വേദന എന്ന് പറയുന്നത്. അതിനുശേഷം എത്ര പേര് മരിച്ചു? 3000 പേരോളം അതിനുശേഷം റൈറ്റിൽ മരിക്കുകയുണ്ടായി. അതൊക്കെ നമുക്ക് ചെറുതായിട്ട് കാണുവാൻ സാധിക്കുമോ? ശ്രീ കുഴൽനാടൻ പറയുന്ന പോലെ ഒരിക്കലും കാണിയില്ല. കൊല്ലാണ്ട് പാർട്ടി അങ്ങനെ ഒരു സമീപനമാണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ പാർട്ടി എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും? നരസിംഹറാവു അതിനുശേഷം നടന്ന ഇലക്ഷനിൽ മീററ്റിലേക്ക് ക്യാമ്പയിനിന് പോകാൻ നേരത്ത് അവിടുന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറഞ്ഞു, ഇങ്ങോട്ട് വരണ്ട, ഇങ്ങോട്ട് വിടരുത്, വിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം എതിരാണ്, നമുക്ക് കിട്ടാവുന്ന വോട്ട് പോലും പോകുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളൊരു പ്രതിച്ഛായയായിരുന്നു നരസിംഹറാവു ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു പ്രതിച്ഛായയിലേക്കാണ് കോൺഗ്രസ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇതിൻ്റെ രാഷ്ട്രീയമായ മറ്റൊരു വശമാണ്. ഞാൻ ശ്രീ PV തോമസിലേക്ക് അതുമായി ബന്ധപ്പെട്ട് വരാം. അതായത് ഈ ബാബറി മസ്ജിദ് തകർത്ത കാലത്ത് PV നരസിംഹറാവു എന്ന നേതാവിലൂടെ കോൺഗ്രസ് എത്തിപ്പെട്ട ഒരു വലിയ തകർച്ചയുണ്ട്. അതിനുശേഷം വീണ്ടും UPA എന്ന സംവിധാനവുമായി അധികാരത്തിലേക്ക് വന്ന കോൺഗ്രസിനെയും UPA എന്ന രാഷ്ട്രീയ മുന്നണിയെയും കണ്ടു. 2 തവണയ്ക്ക് ശേഷം അധികാരത്തിൽ നിന്ന് പുറത്തുപോയി രാഷ്ട്രീയമായ വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിനകത്ത് തന്നെ വലിയ വിമതർ, തിരുത്തൽവാദികൾ ശക്തമായി എണ്ണം പറഞ്ഞ നേതാക്കൾ, ഗുലാം നബി അടക്കമുള്ള നേതാക്കൾ നിൽക്കുന്ന ഒരു കാലത്താണ് അതേ കേസുകളിൽ വിധി വന്നുകൊണ്ടിരിക്കുന്നത്. ബാബറി മസ്ജിദ് തകർത്ത കേസിൽ വിധി വരുന്ന കാലത്തെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സംഘടന നേതൃശേഷി എവിടെ നിൽക്കുന്നു എന്നൊരു ചോദ്യം ശ്രീ PV തോമസ് താങ്കൾക്ക് മുമ്പാകെ വെക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരുമ്പോൾ നിശ്ചയമായും അതിന് ഇന്നത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ, വിധി വരുന്ന നാളിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ, കോൺഗ്രസ് ഏതാണ്ട് ഇതൊക്കെ മറക്കാൻ ശ്രമിക്കുന്ന കാലത്ത്, മറ്റു ചില വാദഗതികളിൽ നിന്നുകൊണ്ട് മറക്കാൻ ശ്രമിക്കുന്ന കാലത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ഇന്നത്തെ ഈ വിധിയുടെ കാലത്ത് എങ്ങനെ നിൽക്കുന്നു എന്ന ചോദ്യം താങ്കളിൽ അവശേഷിപ്പിച്ചുകൊണ്ട് താങ്കളിലേക്ക് തന്നെ മടങ്ങി വരാം. ശ്രീ സമ്പത്ത് തുടരുന്നുണ്ട്. ഡോക്ടർ മാത്യു കുഴൽനാടനെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് നൽകുകയും ചെയ്യും.
ബാബറി മസ്ജിദ് തകർത്ത കേസിൽ കോടതിയുടെ ലക്നൗ പ്രത്യേക കോടതിയുടെ വിധി അല്പസമയത്തിനകം എത്തും. 32 പ്രതികളിൽ 26 പേരും കോടതിയിലുണ്ട് എന്ന വിവരമാണ് ഏറ്റവും പുതിയതായി വന്നിട്ടുള്ളത്. ഏത് സമയവും കോടതി നടപടികൾ ആരംഭിക്കാം, അവിടെ നിന്ന് വിവരങ്ങൾ വരാം എന്നതാണ് സാഹചര്യം. അതിൻ്റെ വിശദാംശങ്ങളാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. 6 പേര് നേരിട്ട് ഹാജരായില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ളത്. 32 പേരാണ് ആകെ. 27 പേരെത്തിയിട്ടുണ്ട്, 5 പേര് എത്താനുണ്ട് നേരിട്ട് ഹാജരായിട്ടില്ല. തീർച്ചയായും അവർ പുതിയ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രായാധിക്യവും കോവിഡ് പശ്ചാത്തലവും ഒക്കെ വെച്ച് കോടതിയിൽ ഒരുപക്ഷെ ഓൺലൈനായി, നേരത്തെ LK അദ്വാനിയൊക്കെ ഓൺലൈനിലൂടെ കോടതി നടപടികളിൽ പ്രതി എന്ന നിലയിൽ സഹകരിക്കും, അല്ലെങ്കിൽ കോടതിയിൽ ഓൺലൈനായി ഹാജരാകുമെന്ന വിവരമാണ് വന്നിരുന്നത്. ഏറ്റവും വലിയ വർഗീയ പരാമർശങ്ങളുമൊക്കെ പ്രതികളുടെ ഭാഗത്തു നിന്ന്, ഈ നേരത്തെ ഉമാഭാരതിയെക്കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇന്നും പ്രതികളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഈ ശിക്ഷ അതൊരു മഹത്തരമായ അംഗീകാരമായി കരുതും എന്ന നിലയിലൊക്കെ പറയുന്ന പരാമർശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ആ നിലയിൽ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുന്നില്ല എന്ന് മാത്രം. നേരത്തെ ശ്രീ PV തോമസ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രതിനിധി ശരത്തിനെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് കോടതി പരിസരത്ത് നിന്നുള്ള ദൃശ്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ശരത്ത് ലൈനിലുണ്ടെങ്കിൽ ശരത്ത്, ഞാൻ ഇവരിലേക്ക് പോകും മുമ്പ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഞാൻ ഈ പറഞ്ഞ വിധത്തിലാണോ? 27 പ്രതികൾ കോടതിയിൽ നേരിട്ട് ഹാജരായിട്ടുണ്ടല്ലേ? തീർച്ചയായും 27 പ്രതികൾ ഇപ്പോൾ കോടതിയിൽ ഹാജരായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് 5 പ്രതികളിൽ ഏറ്റവും പ്രമുഖൻ LK അദ്വാനി, മുരളി മനോഹർ ജോഷിയുമാണ്. അവർ വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാവാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വൈകുകയാണ്, വിധി പറയുന്നതിൽ ഒരു കാലതാമസം ഉണ്ടാവുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ജഡ്ജിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് കേസുകൾ പരിഗണിക്കാനില്ല, മറ്റ് വിധി പറയാനുമില്ല. അദ്ദേഹത്തിൻ്റെ അവസാന ദിവസമാണ്. ഈ കേസ് മാത്രമാണ് കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് ഷെഡ്യൂളുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൺവീനിയൻ്റായ സമയത്ത് അദ്ദേഹത്തിന് വിധി പറയാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ട്. മറ്റ് കേസുകളുടെ ഒരു ഭാരമൊന്നും തന്നെ ഇല്ല. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം സമയമെടുത്ത് ഈ ഒരു അവസാനവട്ട പരിശോധനയടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ശരത്ത് സൂചിപ്പിച്ചത് പോലെ വന്നിട്ടുള്ള വിവരങ്ങളിൽ 26 പേര് എന്നൊരു വിവരവും വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ള 27 പ്രതികൾ നേരിട്ട് കോടതിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ്. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, കല്യാൺ സിംഗ്, ഉമാഭാരതി, മഹന്ത് നൃത്യ, ഗോപാൽ ദാസ് എന്നിവരാണ് നേരിട്ട് ഹാജരാകാത്തവരായി എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള വിവരങ്ങൾ. LK അദ്വാനി, മുരളി മനോഹർ ജോഷിയും നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ കഴിയില്ല എന്ന സാഹചര്യം കോടതി അറിയിച്ചുകൊണ്ട് തന്നെ ഓൺലൈനായി മറ്റും പങ്കെടുക്കുന്നു എന്ന വിവരമാണ് വന്നിട്ടുള്ളത്. SK യാദവ്, CBI കോടതിയുടെ ജഡ്ജി SK യാദവ് കോടതിയിൽ എത്തിയിട്ടുണ്ട്. KK മിശ്ര എത്തിയിട്ടുണ്ട്. പ്രതികളുടെ അഭിഭാഷകനായിട്ടുള്ള KK മിശ്ര അവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രകാരം രാം ജന്മഭൂമി ന്യാസ് ചീഫ് നൃത്യ ഗോപാൽ ദാസ് ടു ഈസ് അൺലൈക്ലി ടു ബി പ്രസൻറ്റ് ഇൻ ദ CBI സ്പെഷ്യൽ കോർട്ട് എന്നാണ്. മറ്റ് പ്രതികൾ 27 പ്രതികളോളം നേരിട്ട് ഹാജരാകുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരികയാണ്. ഇനി അധികം വൈകാതെ തന്നെ വിവരങ്ങൾ വരും എന്ന് വിചാരിക്കുന്നു. ലൈവ് അപ്ഡേറ്റ്സിലേക്കും കൂടുതലായി പോകാം. ശ്രീ സമ്പത്തും ശ്രീ PV തോമസും തുടരുകയും ചെയ്യുന്നുണ്ട്. ബാബറി മസ്ജിദ് തകർത്ത കേസ് 28 വർഷം പഴക്കമുള്ള കേസിലാണ് ഇന്ന് ലഖ്നൗ CBI കോടതി വിധി പറയാൻ പോകുന്നത്. LK അദ്വാനി അടക്കമുള്ള മുതിർന്ന BJP സംഘ് പരിവാർ നേതാക്കൾ പ്രതികളായ കേസ് ഗൂഢാലോചന, മസ്ജിദ് തകർക്കുന്നതിന് പിന്നിലെ ഗൂഢാലോചന കുറ്റമാണ് ഇവർക്കെതിരെ വളരെ പ്രധാനമായി ചുമത്തിയിട്ടുള്ളത്. ശ്രീ സമ്പത്ത്, നേരത്തെ ഇവിടെ PV തോമസ് പറഞ്ഞ പോലെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്ന ഗോഡ്സെ കേസിൽ സവർക്കർ ഗൂഢാലോചന കുറ്റം ചുമത്തി 8ാം പ്രതിയായിട്ടും തെളിയിക്കപ്പെടാൻ കഴിയാതെ പോയ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചത് കേട്ടല്ലോ. അതൊരു ചരിത്രപരമായ വസ്തുതയാകുമ്പോൾ തന്നെ ഈ ഗൂഢാലോചന തെളിയിക്കുക എന്നത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വല്ലാത്ത ബുദ്ധിമുട്ടുള്ള ഒന്നുകൂടിയാണ് എന്ന് താങ്കൾ സമ്മതിച്ചു തരുന്നതായിരിക്കില്ലേ? അതിൻ്റെ ഒരു സാധ്യത ഒരുപക്ഷെ പ്രതിഭാഗം കണക്കുകൂട്ടാനിടയില്ലേ? അതിപ്പോൾ അദ്വാനിയുടെ കാര്യത്തിലായാലും മറ്റു പ്രതികളുടെ കാര്യത്തിലായാലും ഒരു ചെറിയ കമൻറ്റ്. സ്വാഭാവികമായും ഇവിടെ പ്രതികളായിട്ടുള്ള ആളുകളുടെ ഒരു പൊളിറ്റിക്കൽ ക്ലൗട്ട് കൂടി നമ്മൾ കാണണം. ഈ മുമ്പ് കോടതിയിൽ, ഇന്നത്തെ നമ്മൾ കോടതിയിലെ ഒരു സാധാരണ കുറ്റവിചാരണയും സാക്ഷികൾ ചെല്ലുന്നത് പോലെയല്ല. പഴയ കാലത്തെ നമ്മുടെ കോടതിയിലെന്ന് പറഞ്ഞാൽ പ്രമാണിമാരായിട്ടുള്ള ആളുകളുടെ സാക്ഷിമൊഴിക്ക് അതിനൊരു പ്രത്യേക പ്രാബല്യവും പ്രാമാണികത്വവും, അതല്ല ഈ സാധാരണ ഈ കൂലിവേലക്കാരായിട്ടുള്ളവരോ അത്തരത്തിൽ അവർ പലരും ചെന്നാൽ അവരുടേതായിട്ടുള്ള സാക്ഷിമൊഴിക്കെല്ലാം ഒരു 2ാം സ്ഥാനമോ 3ാം സ്ഥാനമോ പോലും ലഭ്യമല്ലാത്തൊരു നിലയിലുമുണ്ട്. ഈ കോടതിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പ്രതികളായിട്ടുള്ള ആളുകൾ അവർ വളരെ ഈ പ്രമാണിമാരായിട്ടുള്ള ആളുകൾക്ക്, പ്രതികളായിട്ടുള്ള ആളുകൾക്ക് അവർ കൂട്ടിൽ അവർക്ക് ഇരിക്കാനുള്ള
പഠിക്കാനുള്ള അവസരവും അതല്ല ഈ മറ്റ് സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെയാണ് ഈ സ്ഥിരം ക്രിമിനൽ കുറ്റവാളി പോലും ആകട്ടെ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് എന്തായാലും തുല്യ നീതിയാണ് കോടതി മുമ്പാകെ ലഭിക്കേണ്ടത്. ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല നമ്മുടെ നാട്ടിൽ. ഇപ്പോഴും അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ എല്ലാ കോടതികളിലും ഒന്നും നമുക്ക് പറയാനും കഴിയില്ല. ഇവിടെ ഇതിൻ്റെ രാഷ്ട്രീയ നാൾ വഴികൾ, ഇതിൻ്റെ വിധിന്യായം എന്തോ വരട്ടെ, ഈ കാര്യത്തെ സംബന്ധിച്ച് ആ 3 പോസിബിലിറ്റീസിനെ സംബന്ധിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇത് ഇനി 1528 പോവുകയോ അല്ല 47 മുമ്പിലേക്ക് പോവുകയോ അല്ല അതിനുശേഷം പിന്നീട് ഫൈസാബാദിലെ ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ കൂടി ഒത്താശയോടുകൂടി അവിടെ നടത്തിയതായ പരിശ്രമമാകട്ടെ, ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ശ്രീ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ അവർക്ക് ഒരു രഥയാത്ര നടത്തുന്നതിന് വേണ്ടി, അത്തരത്തിൽ ശിലാന്യാസം നടത്തുന്നതിന് വേണ്ടി ഒക്കെയുള്ള ആ ഒരു കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള മൃദു സമീപനമുണ്ടായത്. ആ മൃദു സമീപനമാണ് ആ തർക്കവിഷയമായ സ്ഥലത്തേക്ക് ഒരു ശിലാന്യാസത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. അങ്ങനെ തർക്കവിഷയമായ ഒരു സ്ഥലത്ത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിരുന്നതായിട്ടുള്ളതാണ് ഒരു സിവിൽ കേസാണ് എങ്കിൽ അതൊന്നും ഉണ്ടായില്ല. അവിടെ നിന്നാണ് നമ്മൾ വെടിമരുന്ന് ശാലയിലേക്ക് തീക്കൊള്ളി എറിയുന്നത് പോലെയുള്ള പണികളാവുന്നത്. ഏറ്റവും ഒടുവിൽ ഈ തർക്ക വിഷയമായ മന്ദിരം, ആ മന്ദിരം ഇടിച്ചു നിരത്തുന്നതിലേക്ക് വരെ എത്തി. ഒരേ സമയത്ത് BJP നേതൃത്വം ചെയ്തത്, ഞാൻ ഈ ചർച്ചയിൽ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ, ശ്രീ AB വാജ്പേയിയെ പോലുള്ളവരുടെ മുഖം കാട്ടിക്കൊണ്ട് നമ്മുടെ ഒരു ലിബറലായിട്ടുള്ള സമൂഹത്തിൻ്റെ മുമ്പാകെ മതനിരപേക്ഷ സ്വഭാവമുള്ളവരിലും അതിൽ തന്നെ ഒരു ഹിന്ദുത്വ അജണ്ട ഉള്ള മതനിരപേക്ഷവാദികളായിട്ടുള്ള ആളുകളുടെ ഇടയിലുമെല്ലാം വാജ്പേയിയെ കാണിച്ചുകൊണ്ടും, എന്നാൽ അവിടെ ഈ അധികാരം കൈയടക്കുന്നതിന് വേണ്ടി മതപരമായിട്ടുള്ള വികാരങ്ങളെ ആളിക്കത്തിക്കാൻ കൃത്യമായൊരു ഡിവൈഡാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മതവിഭാഗങ്ങളിൽ, അതിൽ വിവിധ ജാതികളും ഉപജാതികളും അവാന്തര വിഭാഗവും ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ആ കൃത്യമായ ഡിവൈഡ് ഉണ്ടാക്കി ആ ഡിവൈഡിൽ നിന്ന് ഈ പറയുന്ന ഒരു ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് നല്ലൊരു പങ്കിനെ കൈയടക്കുക, ഇതാണ് ചെയ്തത്. അത് വളരെ ബോധപൂർവം ആസൂത്രിതമായി ചെയ്ത് ആ വിധത്തിൽ നടത്തിയത്. അതിൻ്റേതായിട്ടുള്ള ഇപ്പോൾ അതിൻ്റെ ഹാർവസ്റ്റിംഗ് ആണ് ഇന്ത്യ ഗവൺമെൻറ് ഈ 2ാം തലമുറ BJP നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.